السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള മജാലിസുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൻ്റെ മജാലിസുകൾ എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ മഹത്വങ്ങൾ അറിയുന്നവരാണ്. ഈ മജാലിസുകളിൽ ഇരിക്കുന്നവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ശ്രേഷ്ഠമായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു മജ്ലിസാണ് ദീനിൻ്റെ മജ്ലിസുകൾ. ഇന്ന് ബിഇദ്നില്ല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും പലപ്പോഴുമായി തിന്മകളിൽ അകപ്പെടാറുണ്ട്. നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും, പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ്. അതിനെയൊക്കെ സംരക്ഷിക്കാൻ, അതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മാർഗങ്ങൾ, അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ തെറ്റ് ചെയ്യുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ലൗ ലം തുദ്നിബു ലദഹബ അല്ലാഹു ബിക്കും, നിങ്ങൾ പാപം ചെയ്യാത്തവരായിരുന്നുവെങ്കിൽ, ജനങ്ങൾ തീരെ പാപമില്ലാത്തവരാണെങ്കിൽ, വലജാഅ ബിഖൗമിൻ യുദ്നിബൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം ചെയ്യുന്നവരെ കൊണ്ടുവരും. ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറു ലഹും, പിന്നീട് അവർ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും അള്ളാഹു അവർക്ക് പാപമോചനം ചെയ്യുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ജനങ്ങളിൽ നിന്ന് പാപം സംഭവിക്കുക എന്നത് നിർബന്ധമാണ്. പാപം സംഭവിക്കും. പാപം സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാവരും തന്നെ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഖത്താ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ അറബി ഭാഷ പഠിക്കുന്നവരുണ്ട്, കേവലം ഏതെങ്കിലും ഒന്ന് രണ്ട് തെറ്റുകൾ ചെയ്യുന്നു എന്നല്ല, മറിച്ച് എല്ലാവരും ധാരാളക്കണക്കിന് പാപങ്ങൾ ചെയ്യുന്നവരാണ്, പാപികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു, വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, ഈ തിന്മകൾ ചെയ്യുന്നവരിൽ അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല, എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷേ ഈ തിന്മകൾ ചെയ്യുന്നവരിൽ റബ്ബിന് ഇഷ്ടമാരെയാണ്? അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? തൗബ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ തൗബ വർദ്ധിപ്പിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിൻ്റെ ഖദറിൽ പെട്ടതാണ് മനുഷ്യർ തെറ്റ് ചെയ്യുക എന്നുള്ളത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. തിന്മകളില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല, തിന്മകളില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. ഒരു പക്ഷേ ചില സഹോദരങ്ങൾ ചിന്തിച്ചേക്കാം, പിന്നത്തെ എൻ്റെ ദിവസം എടുത്ത് നോക്കിയാൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹറാമായ മറ്റിടപാടുകളിൽ ഏർപ്പെട്ടിട്ടില്ല, പിന്നെ എന്ത് തിന്മയാണ് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തിന്മകൾ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പലപ്പോഴും തിന്മകളായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, തിന്മകൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ തിന്മയാണ് എന്നതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തലും തിന്മയാണ്. അള്ളാഹു നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ തിന്മയാണ്. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പം ഇവിടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. കച്ചവടം ചെയ്യുന്നവർ കച്ചവടത്തിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചില്ല എങ്കിൽ അവൻ തിന്മയിലാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ അവൻ അള്ളാഹുവിങ്കൽ പാപിയാണ്. നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ അവന് നന്നായി അറിയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ വിശ്വാസികളും ദീന് പഠിക്കൽ നിർബന്ധമാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് പറഞ്ഞതുപോലെ, ദീൻ നിലനിർത്താൻ ആവശ്യമായ വിജ്ഞാനം അതൊരുവൻ ഉണ്ടാകൽ നിർബന്ധമാണ്. ഒരു മുസ്ലിമിന് നിസ്കാരത്തിൻ്റെ അഹ്കാമുകൾ അറിയില്ലെങ്കിൽ അവൻ അള്ളാഹുവിങ്കൽ പാപിയാണ്. അപ്പോൾ ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ചെയ്യാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ഒന്നുകിൽ പാപങ്ങൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന നന്മകളിൽ കുറവ് വരുത്തുന്നവരാണ്.
അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്, ഏതാണ് റബ്ബിൻ്റെ അരികിൽ ഗൗരവമുള്ളത്? അള്ളാഹു വിലക്കിയത് ചെയ്യലാണോ, അതല്ല അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തലാണോ? ഇബ്നു തൈമിയ്യ റഹിമഹുല്ല 40ഓളം തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തലാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ളത്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതിൽ വീഴ്ച വരുത്തൽ തിന്മയാണ്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും തിന്മകൾ ചെയ്യുന്നുണ്ട്, അനേകം തിന്മകൾ നമ്മൾ ചെയ്യുന്നു. ഈ തിന്മകൾ സംഭവിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഖദറാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്താണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം? ഒരു മുസ്ലിം അവൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഉപ്പയോട് സംസാരിക്കുന്നതിൽ അദബുകേട് വന്നിട്ടുണ്ടാകാം, അങ്ങനെയുള്ള തിന്മകൾ ഉണ്ടാകാം. ഭാര്യയോട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ അവർക്ക് നൽകാതിരിക്കുന്നുണ്ടാകാം, അത് തിന്മയാണ്. ഭാര്യ തിരിച്ച് ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നൽകാതിരിക്കാം, അത് തിന്മയാണ്. മക്കളോട് അള്ളാഹു അവരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന ബോധമില്ലാതെ മക്കളുടെ തർബിയത്തിൽ കുറവ് വരുത്തിയവരുണ്ടാകാം, അത് തിന്മയാണ്. ഇങ്ങനെയുള്ള ധാരാളം തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന ആളുകൾ മ്യൂസിക്കുകൾ കേൾക്കുന്നു, നിഷിദ്ധമായി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ പിന്നാലെ സമയം കളയുന്നു. ഇതൊക്കെ സമൂഹത്തിൽ നാം കാണുന്നവരാണ്. ഇങ്ങനെയുള്ള തിന്മകൾ ധാരാളമായി വർദ്ധിച്ചിരിക്കുന്ന ഈ ഒരു കാലം, മുസ്ലിമീങ്ങൾ ഫിത്നകളിലായി, സോഷ്യൽ മീഡിയയുടെ ഫിത്നകളിൽ മുസ്ലിമീങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയം, തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ചില മാർഗങ്ങൾ, 6ഓളം മാർഗങ്ങൾ, അതാണ് ബിഇദ്നില്ല ഇന്നത്തെ ദർസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് തിന്മ സംഭവിക്കുന്നത്? ആരാണ് മനുഷ്യരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ആരാണ്? ശൈത്താനാണ്. ശൈത്താൻ മാത്രമാണോ? അല്ല. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് പിശാജാണ് നമ്മളെ തെറ്റിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അത് ശരിയാണ്, പിശാജ് തെറ്റിലേക്ക് എത്തിക്കും. സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദുഹു അദുവ. പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ പരിഗണിക്കുക. ഇന്ന് പലരും പിശാജിനെ മിത്രമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. നമുക്ക് വഴിയെ പറയാം, പിശാജാണ് മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ വ്യക്തി, അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം. ചിലർ ചോദിക്കും, റമദാൻ മാസമായാൽ ഈ പിശാചുക്കളെയൊക്കെ കെട്ടിയിടുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നത്? എല്ലാ പിശാചുക്കളെയും കെട്ടിയിടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ മറ്റൊരു ചർച്ചയാണ്. തെറ്റുകൾ സംഭവിക്കാനുള്ള രണ്ടാമത്തെ കാരണം മനുഷ്യൻ്റെ നഫ്സാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യരുടെ ശരീരങ്ങൾ എന്ന് പറയുന്നത് തിന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. തിന്മയോടാണ് അതിൻ്റെ താല്പര്യം. നമ്മൾ ദേഹേച്ഛകൾ എന്നൊക്കെ പറയാറുണ്ട്. ശരീരത്തിനൊരു ഇച്ഛയുണ്ട്, ശരീരത്തിന് ആഗ്രഹങ്ങളുണ്ട്, തിന്മകളുടെ ആഗ്രഹമാണ്. ഹറാമുകൾ സ്വീകരിക്കാൻ മനുഷ്യൻ്റെ ശരീരം എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. ഈ രണ്ട് വിപത്തുകളാണ് മനുഷ്യരെ പലപ്പോഴും, അല്ലെങ്കിൽ മനുഷ്യരെ എല്ലായ്പ്പോഴും തിന്മകളിലേക്ക് നയിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പിശാചിൻ്റെ ഷർറ്, മറ്റൊന്ന് നമ്മുടെ നഫ്സിൻ്റെ ഷർറ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, പ്രവാചകരെ, രാവിലെയും വൈകുന്നേരവും എനിക്ക് പറയാൻ ചില അദ്കാറുകൾ താങ്കൾ പറഞ്ഞു തരണം, ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്താണ്? പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയിരിക്കുന്ന ദുആ ആയിരിക്കാം. നമ്മൾ അർത്ഥമറിയാതെ ഇങ്ങനെ പറഞ്ഞു വരുന്ന വാക്കുകളിൽ നമ്മൾ പറഞ്ഞു പോകാറുള്ള കാര്യമായിരിക്കാം ഈ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, താങ്കൾ ഇപ്രകാരം പറയുക, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ. അദൃശ്യമായ കാര്യങ്ങളും ദൃശ്യമായ കാര്യങ്ങളും അറിയുന്ന റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ, അല്ലെങ്കിൽ ഭൂമി ആകാശങ്ങളെ പടച്ചിരിക്കുന്ന, മുൻമാതൃകയില്ലാതെ ഇതിനെയൊക്കെ സംവിധാനിച്ച അല്ലാഹുവേ, റബ്ബ കുല്ലി ഷൈഇൻ വ മലീക. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ, ഇതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു, അത് നീയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നീ മാത്രമാണ് ആരാധനക്കർഹൻ. ശേഷം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? അബൂബക്കർ, താങ്കൾ ഇപ്രകാരം പറയുക, അഊദു ബിക മിൻ ശർരി നഫ്സി. എൻ്റെ സ്വയം നഫ്സിൻ്റെ ഷർറിൽ നിന്ന് ഞാനിത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ഘടകം, അല്ലെങ്കിൽ ഒരു ഘടകം, അത് സ്വന്തം നഫ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇങ്ങനെ പറയണം,
അഊദു ബിക മിൻ ശർരി നഫ്സി, എൻ്റെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന് ഞാനിതാ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. വമിൻ ശർരി ശൈത്താനി വശിർക്കി, പിശാചിൻ്റെ ഷർറിൽ നിന്നും അവൻ്റെ കെണികളിൽ നിന്നും ഞാനിതാ കാവൽ ചോദിക്കുകയാണ് എന്ന് താങ്കൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ശത്രുക്കളെ നാം ശത്രുക്കളായി കാണണം. ഒന്ന് ദേഹേച്ഛയാണ്, മറ്റൊന്ന് പിശാചാണ്. ഇവ രണ്ടും നമ്മെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം നമ്മുടെ ദുആകളിൽ ഈ രണ്ട് ഷർറിനെ തൊട്ട് കാവൽ ചോദിക്കുക. ഈ ഹദീസിലെ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അബൂബക്കറിനാണ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. അബൂബക്കറിൻ്റെ ഈമാൻ ഒരു തുലാസിലും ഈ ഉമ്മത്തിൻ്റെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ അബൂബക്കറിൻ്റെ ഈമാൻ മുന്തിച്ചു നിൽക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ഷർറിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ ഷർറുകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുക. തയ്യിബ്, നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചേക്കാം, പിഴവുകൾ സംഭവിച്ചേക്കാം. ഇന്ന് പല മുസ്ലിമീങ്ങളുടെയും അവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ ജീവിക്കുന്നു, അതിനിടയിൽ ചിലപ്പോൾ കളവ് പറയും, ചിലപ്പോൾ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യും, മറ്റുള്ളവരെ വഞ്ചിക്കും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു റുട്ടീനായി നമ്മളിങ്ങനെ പോവാണ്. ഒരു തെറ്റ് ചെയ്യും, പിന്നെ സാധാ ജീവിക്കും, ചിലപ്പോൾ തെറ്റുകൾ ചെയ്യും, ആ തെറ്റിൽ തന്നെ തുടരും. അതല്ലാതെ ഒരു തെറ്റ് നമ്മിൽ നിന്ന് വരുമ്പോൾ അതിനെ ഗൗരവത്തോടെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നാൽ അതിനെ ശർഈയായ രീതിയിൽ കൈകാര്യം ചെയ്യുക തുടങ്ങിയ പലതും ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് പലപ്പോഴും അപ്രതീക്ഷിതമായിരിക്കുകയാണ്. തെറ്റുകളോട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് തെറ്റുകളോട് ഏറ്റവും നല്ല രീതിയിൽ സമീപിക്കാൻ കഴിയുക? നമ്മൾ പറഞ്ഞു, എന്തായാലും തെറ്റുകൾ സംഭവിക്കും, തെറ്റുകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, തെറ്റുകൾ പറ്റും. തെറ്റുകൾ അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒന്നാമത്തെ മാർഗം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നിരോധിത മേഖല എന്നൊക്കെ പറയുന്നത് പോലെ ചില നിരോധിത മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ റെഡ് ലൈനുകൾ നമ്മൾ വെക്കുക. അത് ഒരു കാരണവശാലും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ചില ബൗണ്ടറികൾ നമ്മൾ സാധാ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുക, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ പോവുകയില്ല. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും നമുക്കില്ല. ഏത് തെറ്റ് നമ്മൾ ചെയ്യുന്നു, ചിലപ്പോൾ പിന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ ആ തെറ്റിൽ തുടരും. അങ്ങനെയാണ് പല മുസ്ലിമീങ്ങളും. അങ്ങനെയല്ലാതെ ഇസ്ലാം കർക്കശമായി പറഞ്ഞിരിക്കുന്ന, കഠിനമാക്കിയിരിക്കുന്ന ചില പാപങ്ങളുണ്ട്. അത് നമ്മളെപ്പോഴും ഒരു ബൗണ്ടറിയായി വെക്കുക. അതൊരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്യുകയില്ല എന്ന് നമ്മൾ തീരുമാനം എടുക്കുക. നിരോധന മേഖല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കാരണവശാലും ക്രോസ് ചെയ്യില്ല. അത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഷിർക്കും കുഫറും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക, ഒരു കാരണവശാലും ഷിർക്കിൻ്റെ വഴിയിൽ നമ്മൾ പോവുകയില്ല, ഒരു കാരണവശാലും കുഫറിൻ്റെ വഴിയിൽ നമ്മൾ പോവുകയില്ല. അതിന് നമ്മൾ എന്ത് വേണം? തൗഹീദിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം, ഷിർക്കിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം, കുഫറിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. ഇതിലെങ്ങാനും അകപ്പെട്ടു പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിരിക്കില്ല. കാലാകാലം നരകത്തിലായിരിക്കും. കലാകാലം നരകത്തിലാണ് ഒരു വ്യക്തി ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്കിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും മാപ്പ് നൽകുകയില്ല അവരവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ. അതിനപ്പുറമുള്ള ഏത് പാപവും ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി നൽകുന്നതാണ്. ബിദ്അത്തുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ശരിയായ അഭിപ്രായം അനുസരിച്ച് അത് അള്ളാഹു മാപ്പാക്കിയേക്കാം. നിന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ റബ്ബ് മാപ്പാക്കിയേക്കാം. പക്ഷെ അള്ളാഹു പറയുന്നു, ഷിർക്ക് എന്ന് പറയുന്നത്, കുഫർ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ആയത്തിൽ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഷിർക്ക് ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് മാപ്പാക്കുകയില്ല. ഇബാദത്തുകൾ റബ്ബിന് മാത്രം നൽകുക. ഇത് അൽഹംദുലില്ലാ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ അങ്ങനെയുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും തന്നെ ഷിർക്ക് ചെയ്യുന്നവരില്ല, ഷിർക്കിൻ്റെ കണികളിൽ പെട്ടവരായി ആരുമില്ല. ഈ ഒരു വിഷയം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു റെഡ് മാർക്കിൽ അല്ലെങ്കിൽ റെഡ് ലൈനിൽ വെച്ച് വെക്കേണ്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ നിങ്ങളെ പോലെയുള്ള സൃഷ്ടികൾ മാത്രമാണ്. ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്കൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അവരോട് ദുആ ചെയ്യും,
അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുമോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങൾ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്നവർ, CM മടവൂരിനോട് ദുആ ചെയ്യാമെന്ന് പറയുന്നവർ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവർ ഈ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തവരാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് റെഡ് ലൈൻ ആയിരിക്കണം. അതിനപ്പുറം നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നോട്ടം നമുക്കുണ്ടാകണം. സാധാരണ തിന്മകൾ സംഭവിച്ചു പോയാലും ഒരിക്കലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഒരു സംശയം പോലും നമുക്ക് വരരുത്. ഷിർക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുവോ എന്ന സംശയം പോലും വരാത്ത രൂപത്തിൽ തൗഹീദിൻ്റെ ആളുകളായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അത് ഞാൻ അധികം വിശദീകരിക്കാത്തത് സഹോദരങ്ങൾക്കതറിയാം. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഗൈബ് അറിയുക എന്ന വിശ്വാസം. അള്ളാഹുവിന് മാത്രമാണ് ഗൈബ് അറിയുക എന്ന വിശ്വാസം. അത് റെഡ് ലൈനാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ അവരോട് പറയുക, ഗൈബ് അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആകാശഭൂമികളിൽ ഗൈബ് അറിയുന്നത് റബ്ബിന് മാത്രമാണ്. വേറെ ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. ഇന്നൊരാൾ വന്നിട്ട് പറയാണ് അവർക്ക് അദൃശ്യമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ഗൈബ് വാദിക്കലാണ്. അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങൾ പോകുന്നുണ്ടോ? ഇന്ന് മുസ്ലിങ്ങൾ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ടോ? രണ്ട് രൂപത്തിൽ ക്രോസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ CM മടവൂരിനെ പോലുള്ള ഔലിയാക്കൾക്ക്, അല്ലെങ്കിൽ അവർ വാദിക്കുന്നതനുസരിച്ചുള്ള ഔലിയാക്കൾക്ക് ഇതറിയാനുള്ള കഴിവുണ്ട് എന്നവർ വാദിക്കുന്നു. അള്ളാഹു പറയുന്നു, അറബി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഖുൽ ലാ യഅലം, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലാ യഅലം അറിയുകയില്ല, ലാ യഅലം അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും അൽ ഗൈബ് ഗൈബ് അറിയുകയില്ല, ഇല്ലല്ലാഹ് അല്ലാഹുവിനല്ലാതെ. ഒരുപറ്റം ആളുകൾ വിശ്വസിക്കുന്നു ഈ ഔലിയാക്കൾക്കറിയാം. മറ്റൊരു വിഭാഗം എന്താണ്? കേവലം സാലിഹീങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല, മറിച്ച് ചില മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറയുന്ന ജൻസികൾ എന്നൊക്കെ പറയുന്ന യൂത്ത്, പുതിയ വിഭാഗം, പുതിയ യുവാക്കളും യുവതികളും, അവർ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. എന്താണ് അതിലുണ്ടാവുക? അവരേതെങ്കിലും ബീച്ചുകളിലേക്ക് പോയാൽ, കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ അതുപോലുള്ള ബീച്ചുകളിലേക്ക് പോയാൽ അവിടെ കൈനോട്ടക്കാരുണ്ടാകും. അവരിങ്ങനെ നോക്കി ഭാവി പറയും, അവരുടെ അരികിൽ പോകും. എന്തിനാ പോകുന്നത്? അവർ പറയുന്നൊരു തമാശയാണ്. അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ. കൂട്ടമായി ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഒരു കൂട്ടുകാരനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാൻ വേണ്ടി, ഇപ്പം എന്തെങ്കിലും ആ കൈനോക്കി അവൻ പറയുന്ന വിഡ്ഢിത്തം ഒരു പക്ഷേ ഈ കൂട്ടുകാരനെ കുറവാക്കുന്നതാണെങ്കിൽ അങ്ങനെ അവഹേളിക്കാൻ തമാശ രൂപത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കുകയാണെങ്കിൽ, അവർ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ, അവരുടെ നിസ്കാരം 40 ദിവസത്തോളം സ്വീകരിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം റെഡ് ബൗണ്ടറിയാണ്. അതിനപ്പുറം ഒരു കാരണവശാലും നമ്മൾ കടന്നു വെക്കാൻ പാടില്ല. ഗൈബിൻ്റെ വിഷയത്തിൽ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. തമാശ രൂപത്തിൽ പോലും പ്രിയപ്പെട്ടവരെ ഗൈബ് വാദിക്കുന്നവർ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വാദിക്കുന്നവർ, അവരെ സമീപിക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നസീഹത്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നൽകണം. ഗൈബ് എന്നുള്ളത് റബ്ബിന് മാത്രം അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതായി കാണാം, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂ. എനിക്ക് ഗൈബ് അറിയായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയായിരുന്നെങ്കിൽ പ്രവാചകന് ഈ ചില ദോഷങ്ങളൊന്നും ബാധിക്കില്ലായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിയിൽ വീണു. അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യമുണ്ടായി. അവിടുത്തെ പല്ലുകൾ പൊട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് ഗൈബ് അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രവാചകന് സാധിക്കും. അതുകൊണ്ട് തമാശ രൂപത്തിൽ പോലും നമ്മുടെ പിശാജ് ആ വഴിയിലേക്ക് നമ്മെ നയിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മോശമായ ശരീരം ആ വഴിയിലേക്ക് നയിച്ചാൽ, പ്രിയപ്പെട്ടവരെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈനോട്ടക്കാരനെ ആരെങ്കിലും സമീപിച്ചുകൊണ്ട് അവർ പറയുന്നതിൽ വിശ്വസിച്ചാൽ, മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബൗണ്ടറി നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല.
തൗഹീദിൻ്റെ വിഷയത്തിൽ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വിഷയത്തിൽ തമാശയില്ല. അത് ഗുരുതരമായ കാര്യമാണ്. അത് തമാശ രൂപത്തിൽ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തു കളയാം, തമാശ രൂപത്തിൽ ഒന്ന് ഈ പറയപ്പെട്ട വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊരു തോന്നൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ റെഡ് ലൈനായി നമ്മൾ വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ തീരുമാനിക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളോട്, യുവതികളോട്, പെൺകുട്ടികളോട് സംസാരം കേൾക്കുന്നെങ്കിൽ ഈ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് വ്യഭിചാരത്തെക്കാളും കഠിനമായ പാപമാണ്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് മദ്യപാനത്തെക്കാളും കഠിനമായ പാപമാണ്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കൊള്ളയടിക്കുന്നതിനേക്കാളും കഠിനമായ പാപമാണ്. ഇന്ന് ചില ആളുകളെ സംബന്ധിച്ച്, ചില ആളുകളോട് ആരെങ്കിലും മദ്യപിച്ചാൽ, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർ പറയും, എന്ത് വൃത്തികേടാണ് ചെയ്തിരിക്കുന്നത്, എന്ത് മോശത്തരമാണ് ചെയ്തിരിക്കുന്നത്. അതിനേക്കാളും അള്ളാഹുവിങ്കൽ ഗൗരവമായ കാര്യം നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു റെഡ് ലൈൻ ആയിരിക്കണം. ഒരു കാരണവശാലും അവൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിലും, അവൻ്റെ ജീവിതത്തിൽ മദ്യപിക്കുന്നവനാണെങ്കിലും, അവൻ്റെ ജീവിതത്തിൽ ഏതേത് തിന്മകൾ ചെയ്യുന്നവനാണെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. സ്വർഗരതിയേക്കാളും അള്ളാഹുവിങ്കൽ മോശപ്പെട്ടത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. അത്രയും മോശമായ പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതൊരു റെഡ് ലൈൻ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക, ഷിർക്ക് ചെയ്യാത്ത പോലെ, കുഫ്ർ ചെയ്യാത്ത പോലെ ഞാൻ ബിഇദ്നില്ല നിസ്കാരം ഉപേക്ഷിക്കില്ല. നിസ്കരിക്കുന്നവൻ്റെ വിഷയത്തിൽ ലക്കായി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, അഹ്ലുസുന്നയുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്, അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. ഒരു വക്തൊരുവൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം അവന് പ്രതിഫലമുണ്ടോ, അവൻ പാപിയാണോ, ജനങ്ങൾ അവനെ എങ്ങനെ വിലയിരുത്തുമെന്നല്ല, അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ളതാണ്, അവൻ കാലാകാലം നരകാവകാശിയാണോ അല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം റെഡ് ലൈനിൽ നമ്മൾ വെക്കുക. ഒരു കാരണവശാലും അത് ഒഴിവാക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഒരിക്കലും നമ്മൾ സമീപിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് മനുഷ്യരോടുള്ള ബാധ്യതകൾ, നമ്മൾ പരസ്പരമുള്ള ഇടപാടുകൾ. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നമാ ബഗിയുകും അലാ അൻഫുസികും, ജനങ്ങളെ നിങ്ങൾ ആരോടെങ്കിലും നുൽമ ചെയ്താൽ അത് മടങ്ങി വരുന്നത് നിങ്ങൾക്കാണ്. സൃഷ്ടികൾ പരസ്പരം നമ്മുടെ കച്ചവട ഇടപാടുകളിൽ, നമ്മൾ പരസ്പരമുള്ള ക്രയവിക്രയങ്ങളിൽ ഒരു കാരണവശാലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. ആരെങ്കിലായിട്ട് കച്ചവടം നടത്തി അവരെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല, അവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ ജനങ്ങളോടുള്ള ബാധ്യതകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കണം. ഒന്ന് കുഫ്റും ഷിർക്കും, അതുമായി ബന്ധപ്പെട്ട നിസ്കാരവും മറ്റു കാര്യങ്ങൾ. രണ്ടാമത്തേത് മനുഷ്യരോടുള്ള ഇടപാടുകൾ. മൂന്നാമത്തേത് മനുഷ്യരെ തളച്ചിടുന്ന ചില പാപങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാപത്തിലേക്ക് ഒരുവന് കയറിയാൽ പിന്നെ ഇറങ്ങുന്നത് പ്രയാസമാണ്. അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധനം നൽകുക. സിഗരറ്റ് വലിക്കുന്നത് പോലെ, ഇന്ന് MDMA-യും കഞ്ചാവും മറ്റൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് പോലെ, അതുപോലെ തന്നെ മദ്യപിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പിശാചിൻ്റെ വലകളാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഒരുവൻ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവർ ഒരു കരുതൽ വേണം. ഞാൻ പറയുന്നത് ഏത് പാപവും വലിയ തന്നെയാണ്, ഏത് പാപവും നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പാപങ്ങൾ, അതിൻ്റെ വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിക്കണം. നമ്മൾ മക്കളെ തർബിയത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധം നന്നായി കൊടുക്കണം. അതല്ലാതെ സാധാരണ തിന്മ, ആരുടെയെങ്കിലും സമ്പാദ്യം മോഷ്ടിച്ചു, ഒരു പക്ഷേ ആ മോന്, ആ മകൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലായേക്കാം, അവൾക്കതിൽ നിന്ന് പിന്മാറാൻ സാധിച്ചേക്കാം. അവൾക്ക് നമ്മൾ വേണമെങ്കിൽ പോക്കറ്റ് മണിയായി എന്തെങ്കിലും ഒരു പൈസ ഇടക്കൊക്കെ കൊടുത്താൽ അവരതിൽ തൃപ്തിപ്പെട്ടേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പാപങ്ങൾ, മദ്യപാനം, അതുപോലെയുള്ള ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുവൻ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ തർബിയത്ത് ചെയ്യുമ്പോൾ അവരോട് ഇതിൻ്റെ ഗൗരവം നമ്മൾ ഊന്നൽ നൽകി പറയുക. ഷിർക്കിൻ്റെ ഗൗരവം പറയുക, അതുപോലെ തന്നെ കുഫ്റിൻ്റെ ഗൗരവം പറയുക, നിസ്കാരത്തിൻ്റെ ഗൗരവം പറയുക, സൃഷ്ടികളോടുള്ള ഇടപാടിൻ്റെ വിഷയം പറയുക. അതുപോലെ തന്നെ ഒരു വ്യക്തി അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള ഗുരുതരമായ പാപങ്ങൾ, കള്ളുകുടി പോലെയുള്ള, സിഗരറ്റ് വലിക്കുന്നത് പോലെയുള്ള, കഞ്ചാവ് ഉപയോഗിക്കുന്നത് പോലെയുള്ള മാർഗങ്ങൾ, ഈ പിശാചിൻ്റെ വിഷയങ്ങൾ, അത് ആ കുട്ടികളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ ചില ബൗണ്ടറികൾ വെക്കുക. ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്യില്ല എന്ന തീരുമാനം എടുക്കുക. രണ്ടാമത്തെ കാര്യം, തെറ്റുകളിൽ നിന്ന് രക്ഷ തേടാനുള്ള രണ്ടാമത്തെ കാര്യം,
തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യും, അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടാകാം. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ തന്നെ തുടരാതിരിക്കുക. ഇപ്പോൾ ചില ആളുകൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നവരായിരിക്കും, എപ്പോഴും മസ്ജിദിലേക്ക് വരുന്നവരായിരിക്കും. 1-2 ദിവസം അവരിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു, മസ്ജിദിലേക്ക് വരാതായി. പിന്നെ ഇവരെന്താ കരുതുക, ഇനി പോയാൽ ആളുകൾ എന്താ പറയുക? അല്ലെങ്കിൽ മസ്ജിദിൽ പോകാത്തവർ റമദാനിന് മസ്ജിദിലേക്ക് വന്നു, ആളുകളൊക്കെ അവനെ പരിഹസിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം അവനെ കളിയാക്കി, അപ്പോൾ അവൻ പിന്നെ ഒഴിവാക്കണം. അല്ല, ഒരു തെറ്റ് നമ്മിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തുടരാതിരിക്കുക. ഒരു തെറ്റ് അഥവാ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് നമ്മൾ തുടരാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിൻ്റെ താഅത്താണ്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ശരിയായ മാർഗത്തിൽ എന്നെ നീ ജീവിപ്പിക്കണം. തയ്യിബ്, നമ്മളിങ്ങനെ ജീവിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പാപം ജീവിതത്തിൽ വന്നു, ഒരു ഹറാമ് നമ്മൾ ചെയ്തു, അള്ളാഹു നിഷിദ്ധമാക്കി എന്തെങ്കിലും ചെയ്തു, പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി അതിനിയും ചെയ്യലാണോ? അല്ല, അവിടെ നമ്മൾ നിർത്തുക, തിരിച്ചു വരിക. അവിടെ നമ്മൾ നിർത്തുക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും അള്ളാഹുവിൻ്റെ താഅത്തിലായി ജീവിക്കുക. ഒരു തെറ്റ് ചെയ്തു പോയില്ലേ, ഇനി അങ്ങനെ തന്നെ പോകാമെന്ന് കരുതാൻ പാടില്ല. എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചില ആളുകളൊക്കെ, ഇപ്പോൾ ചില യുവാക്കൾ അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ മോശമായി എന്തെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, മോശമായി, ഞാൻ എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറയുന്നതാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ വല്ലതും കാണുന്നവരുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ഒരു ദിവസം കണ്ടുപോയിട്ടുണ്ടാകാം. ഒരു ദിവസം കണ്ടുപോയി അവനെന്താ കരുതുക, ഇന്നെന്തായാലും കണ്ടു, ഇന്ന് നാളെയും കാണാം എന്നാണോ? അല്ല, അവൻ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ശരിയായ മാർഗത്തിൽ ജീവിക്കേണ്ടതാണ്. ഒരു ദിവസം എന്നിൽ നിന്ന് തെറ്റ് സംഭവിച്ചു, അത് കരുതി നാളെയും ഞാനിത് കാണണോ? വേണ്ട, നാളെ നമ്മൾ ഒഴിവാകുക, അതിൽ നിന്ന് മാറി നിൽക്കുക. ഏതുപോലെ നമ്മളിപ്പോൾ ഇവിടുന്ന് മൂന്നാറേക്ക് ഒരു ട്രിപ്പ് പോകുന്നതെന്ന് കരുതുക. മൂന്നാറേക്ക് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വഴിയിൽ വെച്ച് വണ്ടിയുടെ ടയറൊന്ന് പാച്ചായി, നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിർത്തി വണ്ടി അവിടെ ഇട്ട് അവിടെ ഇരിക്കുമോ? ഇല്ല, പെട്ടെന്ന് അവിടെ സൈഡാക്കി വണ്ടിയുടെ ടയറൊക്കെ ശരിയാക്കി വണ്ടി എടുത്ത് വീണ്ടും പോകും. ഇതുപോലെ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ നമുക്ക് ചില തടസ്സങ്ങൾ വരും, മനുഷ്യരാണ്. ചില തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളിൽ നമ്മൾ തുടരാതെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഇന്നല്ലദീന തഖൗ, വിശ്വാസികൾ, തഖ്വയുള്ളവർ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു, അവർക്ക് പിശാചിൻ്റെ എന്തെങ്കിലും കെണികൾ അവർ വീണുപോയാൽ തദക്കറു, അവർ ഓർക്കും, അവരത് ചിന്തിക്കും, അല്ലാഹുവേ ഞാൻ പിശാചിൻ്റെ കെണിയിൽ വീണിരിക്കുകയാണ്, ഇനി പിശാചിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ പോകാമെന്നാണോ? അല്ല, അവർ പെട്ടെന്ന് ചിന്തിക്കും. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും തിരിച്ചു വരികയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഓരോരുത്തർ അവരുടെ നഫ്സിനെ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു തെറ്റുണ്ടെങ്കിൽ, ഒരു ഹറാമായ ഇടപാട് നമ്മൾ നടത്തുന്നു. ഇപ്പോൾ ചില ആളുകൾ പലിശ വാങ്ങിയിട്ടുണ്ടാകും, പലിശ വാങ്ങാൻ പാടില്ല, ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിയവരുണ്ടാകാം. വാങ്ങിയതിന് ശേഷം അവൻ ചിന്തിക്കുകയാണ്, എന്തായാലും വാങ്ങി, ഇനി എപ്പോഴും വാങ്ങാമെന്നാണോ? അല്ല, എനിക്ക് ഈ തെറ്റ് സംഭവിച്ചു പോയി, ഇനിയില്ല. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പിശാചിൻ്റെ ഈ വിപത്ത് എനിക്ക് ഉണ്ടായി, തദക്കറു, ഞാനിത് അള്ളാഹുവിനെ ഓർക്കുകയാണ്, ഫൈദാഹും മുബ്സിറൂൻ, തിരിച്ച് ശരിയായ മാർഗത്തിലേക്ക് വരിക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അന്യ പെണ്ണുമായി ഹറാമായ രൂപത്തിൽ എന്തെങ്കിലും സംസാരങ്ങൾ നടത്തി, ഇനി എന്തായാലും സംസാരിച്ചു, ഇനി തുടരാമെന്നാണോ? അല്ല, എനിക്കെൻ്റെ റബ്ബുണ്ട്, എനിക്കെൻ്റെ അള്ളാഹു ഉണ്ട്, തിരിച്ചു വരിക. ഇങ്ങനെ ഏതേത് തെറ്റുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അതിൽ നിന്ന് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ജീവിതം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിലായിരിക്കണം. സിറാത്തുൽ മുസ്തഖീമിലാണ് നമ്മുടെ ജീവിതം. അതിനിടയിൽ വരുന്ന 1-2 തടസ്സങ്ങൾ ആ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ആ വഴിയിലേക്ക് തിരിച്ചു വരിക. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം തെറ്റുകളിൽ തുടരാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയാതിരിക്കുക. ഒരു തെറ്റ് നീ ചെയ്തു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിതാ ഇന്നത് ചെയ്തു എന്ന് പറയാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നതാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, പാപങ്ങൾ എടുത്തു പറയുന്നവരൊഴികെ. ആരാണ് പാപങ്ങൾ എടുത്തു പറയുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു അതിൻ്റെ ബാക്കിയിൽ, രാത്രിയിൽ ഒരു വൃത്തികേട് ഒരുവൻ ചെയ്തു, എന്തെങ്കിലും ഒരു മോശം ചെയ്തു, അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയോ? ആർക്കും അറിയില്ല. അള്ളാഹു അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു, പക്ഷെ അള്ളാഹു മറച്ചു വെച്ചു. ഫയഖൂൽ, രാവിലെ ആകുമ്പോഴേക്ക് അവൻ അവൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ പറയാണ്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദ, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തിരുന്നു. ഞാൻ ഇന്നത്തെ നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചില യുവാക്കളൊക്കെ പറയില്ലേ, ഇന്നലെ എനിക്കൊരു പെൺകുട്ടി സെറ്റായി, ഞാനൊരു പെണ്ണിനോട് ഇന്നലെ സംസാരിച്ചു. അതല്ലെങ്കിൽ
ഇന്നലെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗാങ്സ്റ്ററായി നടക്കുന്ന കുട്ടികളുണ്ട്, അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രൂപത്തിൽ റബലായി നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അവരെന്ത് പറയും? ഇന്നലെ ഞാൻ 2 അടി കൊടുത്തു, ഇന്നലെ ഞാൻ ഒരുവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്തു. ഇത് ഭയങ്കര ഫഖ്റോട് കൂടി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം ചെയ്ത് ആളുകളുടെ മുമ്പിൽ വന്ന് എടുത്തു പറയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ പ്രവർത്തനം മറച്ചു വെച്ചിരിക്കുകയാണ്, പക്ഷെ അവനിതാ ആളുകളുടെ മുമ്പിൽ വന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവർക്കൊഴികെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. അതാണ് പറഞ്ഞത്, തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് പരസ്യമായി പറയുക എന്ന് പറയുന്നത് മറ്റൊരു തെറ്റാണ്. പരസ്യമായി പറയുക എന്ന് പറയുന്നത് മറ്റൊരു തെറ്റാണ്. പരസ്യമായി പറയാതിരുന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഫള് എന്താണ്? നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ ഇന്നലെ രാത്രി ഒരു ഹറാമ് ചെയ്തു, നമ്മളത് മറച്ചു വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫള് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിട്ടുവീഴ്ച ചെയ്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആഫിയത്ത് നൽകും. അല്ലാഹു യുആഫി, അല്ലാഹു അത് നൽകുന്നതാണ്. എന്നാൽ അത് പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ഗൗരവത്തിലെടുക്കും. തയ്യിബ്, ഇന്ന് അതല്ലേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്യും, പിറ്റേ ദിവസം വലിയ കിബറായി ഫഖ്റായി ആളുകളുടെ മുമ്പിൽ ഈ വിഷയം പറയും. ഞാൻ 2 കാര്യം പറയാം. ഇങ്ങനെ ചെയ്യാത്തവർ ഒരു തെറ്റ് ചെയ്ത് പിറ്റേ ദിവസം അത് ആരോടും പറയാതെ അവനും റബ്ബും മാത്രം അറിയുന്ന ഒരു സാഹചര്യത്തിൽ അവൻ അതിനെ ഒതുക്കിയാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന സന്തോഷ വാർത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ. പരലോകത്ത് അല്ലാഹു ഒരു വിശ്വാസിയെ, പാപങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അരികിലേക്ക് വിളിക്കും. അല്ലാഹു അവനിലേക്ക് അടുപ്പിക്കും. ഫയളഉ അലൈഹി കനഫഹു വയസ്സുറു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജനങ്ങളിൽ നിന്ന് അവനെ മറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുപ്പിക്കും. ഫയഖൂൽ, റബ്ബ് അവനോട് ചോദിക്കും, അതഅരിഫു ദംബ കദാ. നീ ഇന്ന് തെറ്റ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? നീ അത് അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും റബ്ബ് നമ്മോടാണ് വിചാരണ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വയ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റുകൾ, റബ്ബ് നിന്നോട് ഈ തെറ്റിനെ കുറിച്ച് ചോദിക്കും, അതഅരിഫു ദംബ കദാ. ഈ തെറ്റ് നീ ഓർക്കുന്നുണ്ടോ? അതഅരിഫു ദംബ കദാ. ഇന്ന തെറ്റുകൾ ഇന്ന ദിവസം നീ ചെയ്തില്ലേ, അത് നീ ഓർക്കുന്നുണ്ടോ? അള്ളാഹു മറച്ചു വെച്ച് നീ ദുനിയാവിൽ ആളുകളുടെ മുമ്പിൽ പറയാതിരുന്ന ഈ തിന്മ, നീ ഒരു അന്യപെണ്ണിനെ ഹറാമായ രൂപത്തിൽ അവളോട് എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നീ പറയാതിരുന്ന, അള്ളാഹു നിന്നെ മറച്ചു വെച്ച വഷളാക്കാതിരുന്ന ആ തിന്മയെക്കുറിച്ച് അള്ളാഹു നിന്നോട് ചോദിക്കും, ഇന്ന കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഫയഖൂൽ, അവൻ പറയും, നഅം അല്ലാഹുവേ ഞാൻ ഓർക്കുന്നു, ഐ റബ്ബ് എനിക്കത് ഓർമ്മയുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബി. അങ്ങനെ അവൻ്റെ തെറ്റുകളൊക്കെ അവൻ അംഗീകരിക്കും. അല്ലാഹുവിനോട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്. അള്ളാഹുവിൻ്റെ ഈ വിചാരണക്ക് മുമ്പിൽ അവൻ സ്വന്തമായി കരുത് എന്താ? ഞാനിതാ നശിച്ചിരിക്കുകയാണ്. എന്നോട് റബ്ബ് ചോദിക്കുന്നത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന പാപങ്ങളെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തരും ചെയ്തിരിക്കുന്ന പാപങ്ങൾ. ഒരു പക്ഷേ ആരോടെങ്കിലും, നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ വൃത്തികെട്ട ഒരു വാക്ക് അവളോട് പറഞ്ഞു, മോശപ്പെട്ടൊരു വാക്ക് നമ്മുടെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ നമ്മളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആളുകൾ പിന്നെ അവളോട് മാപ്പ് ചോദിക്കാതെ. മറ്റൊരു കാര്യം, ആളുകളുടെ മുമ്പിൽ ഈ തെറ്റുകളൊക്കെ, ചില ആളുകൾ അങ്ങനെയാണ്, വന്നിട്ട് പറയും, ഞാൻ ഇന്നലെ ഭാര്യയെ അവൾക്ക് പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന പുരുഷന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇങ്ങനെ തെറ്റുകളൊക്കെ എടുത്തു പറഞ്ഞ് അവൻ നശിച്ചു എന്ന് കരുതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫി ദുനിയ. നീ ദുനിയാവിൽ ഇന്ന പാപങ്ങളൊക്കെ ചെയ്തു, ഞാനിതാ ദുനിയാവിൽ വെച്ച് നിന്നെ അത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്, അത് ആർക്കും അറിയില്ല. വഅന അഗ്ഫിറുഹാ ലകൽ യൗം. അതുകൊണ്ട് ഇന്നേ ദിവസം ഞാനിതാ നിനക്ക് ആ പാപങ്ങൾ മാപ്പാക്കി നൽകുകയാണ്. ഫയുഅ്താ കിതാബ് ഹസനാതി. അവൻ്റെ നന്മയുടെ ഏടുകൾ അവൻ്റെ കൈകളിലേക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ റഹ്മത്ത് എത്ര വലുതാണ്. നമ്മൾ ഈ തെറ്റുകൾ ചെയ്തു, തെറ്റുകൾ മറച്ചു വെച്ചു എന്ന കാരണത്താൽ, ആളുകളുടെ മുമ്പിൽ ഈ തെറ്റുകൾ പറഞ്ഞില്ല എന്ന കാരണത്താൽ പരലോകത്തെത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ചില ആളുകൾ പിശാചിൻ്റെ ഏജൻ്റായി ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പിശാചിൻ്റെ അരികിൽ എംപ്ലോയിയാണ്. പിശാചാണ് അവന് പണി പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് അവൻ്റെ ജോലി? രാത്രിയിൽ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യും, പിറ്റേ ദിവസം ആളുകളോട് പറയും, ഇതാ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. അവനൊരു തെറ്റ് ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ അവൻ പറയുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആളുകൾക്കിത് ചെയ്യാൻ, അത് നിസ്സാരവൽക്കരിക്കാൻ അവരുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ്. ഒരു ഹറാം ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഗുരുതരമാണ്. സാന്ദർഭികമായി എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ മറ്റൊരു കാര്യം, ഇന്ന് പല സഹോദരങ്ങളും, പ്രത്യേകിച്ച് നല്ല ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആളുകൾ, ഹോട്ടലുകളിൽ ഉറക്കെ ശബ്ദത്തിൽ മ്യൂസിക്കുകൾ അവിടെ പ്ലേ ചെയ്യും.
ഉറക്കെയുള്ള ശബ്ദത്തിൽ മ്യൂസിക്കുകൾ അവിടെ വെക്കും, പാട്ടുകൾ വെക്കും. കഫേകളിൽ പോയാൽ പാട്ടുകൾ വെക്കും. അവൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത് പോലെയാണോ നാട്ടുകാരെ കേൾപ്പിക്കുന്നത്? അതിൻ്റെയൊക്കെ പാപഭാരം അവൻ ചുമക്കേണ്ടി വരും. അവൻ്റെ പാപം ജനങ്ങളുടെ മുമ്പിൽ പരസ്യമാക്കുന്നവനാണ്. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ ജനങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഹോട്ടലുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ ഇന്ന് കയറി ചെന്നാൽ ഇങ്ങനെ മ്യൂസിക്കുകൾ കേൾക്കും. ചിലപ്പോഴൊക്കെ അവരോട് വോളിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയേണ്ടി വരും. ചിലപ്പോൾ ചെയ്തു തരും, ചിലപ്പോൾ ചെയ്തു തരില്ല. ഇങ്ങനെ അവർ കാട്ടിക്കൂട്ടുമ്പോൾ അതിൻ്റെ പാപഭാരം ആ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, അവർ ചിന്തിക്കേണ്ടതല്ലേ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മതി മുആഫ, എല്ലാവർക്കും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യും, ഇല്ലൽ മുജാഹിരീൻ, പാപങ്ങൾ പരസ്യമാക്കുന്നവർ ഒഴികെ. ചെയ്ത പാപങ്ങൾ പരസ്യമാക്കുക. അവൻ മ്യൂസിക് കേൾക്കുന്നു, തയ്യബ്, ബാക്കിയുള്ളവർ എന്തിനാ കേൾപ്പിക്കുന്നത്? നിന്റെ കച്ചവടത്തിൽ ഹലാലായി അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കച്ചവടം, ആ കച്ചവടത്തിൽ നീ എന്തിനാണ് ഈ ഒരു കാര്യം, ഈ ഒരു തിന്മ ആളുകളുടെ അരികിലേക്ക് എത്തിക്കുന്നത്? ആളുകൾ അത് കേൾക്കാൻ അതിനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ വ്യാപകമായി ഹോട്ടലുകളിലും മറ്റുമൊക്കെ ഇത് നടക്കുന്നത് കൊണ്ട് പല മുസ്ലിമീങ്ങൾക്കും മ്യൂസിക് ഹറാമാണെന്നറിയില്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾ, അവർ അതിൽ മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇത് ചെയ്യുമ്പോൾ പലർക്കും ഇത് നിഷിദ്ധമാണെന്നറിയില്ല. അള്ളാഹു വിലക്കിയ ഒരു കാര്യം, നീ നിന്റെ ജീവിതത്തിൽ നീ ആരുമില്ലാതെ ഒരു റൂമിലിരുന്ന് ഹെഡ്സെറ്റും വെച്ച് നീ മ്യൂസിക് കേൾക്കുന്നത് പാപമാണ്. പക്ഷേ അത് നീ മറച്ചു വെച്ചാൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ഹദീസിൽ നീ ഉൾപ്പെടാം. നാളെ അള്ളാഹു നിനക്കത് മാപ്പാക്കി നൽകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കുല്ലു ഉമ്മതി മുആഫ ഇല്ലൽ മുജാഹിരീൻ, അത് പരസ്യമാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അരികിൽ മാപ്പില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് നൽകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നതല്ലേ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ ജീവിതം പ്രദർശിപ്പിക്കുന്നവർ അതിൻ്റെ പിന്നാലെ മ്യൂസിക്കുകൾ നൽകുന്നു, നിസാരവൽക്കരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയ കാര്യം, അള്ളാഹുവിൻ്റെ ദീന് നിഷിദ്ധമാക്കിയ കാര്യം, തെറ്റുകൾ ഇങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. ചില പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചില പെൺകുട്ടികൾ, അവർ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? നല്ല രൂപത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർ, യഥാർത്ഥ കുടുംബജീവിതത്തിൻ്റെ ആസ്വാദനം ലഭിച്ചവർ ഒരിക്കലും അതിനെ കുറ്റം പറയുകയില്ല. എന്നാൽ നല്ല രൂപത്തിൽ കുടുംബബന്ധം ജീവിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ എന്തെങ്കിലും പ്രയാസത്തിലിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്നും തുറന്നാൽ ഏതെങ്കിലും പിശാചിൻ്റെ എംപ്ലോയി ആയി വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് അവൾ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറയും, നമ്മൾ ഇങ്ങനെ ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടവരല്ല, ഞാനിങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാം. അവൾ ചെയ്യുന്ന വൃത്തികേട് ഒരു ഭാഗത്തിരിക്കട്ടെ, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക, ബാക്കിയുള്ളവർ അത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി, അവളോട് ഇങ്ങനെയുള്ള ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, നമ്മൾ ആസ്വദിക്കണ്ടേ? നമ്മുടെ സൗന്ദര്യം ഇങ്ങനെ മറച്ചു വെച്ച് എന്ത് ലാഭമാണ് അതിലുള്ളത്? നമ്മൾ പറന്ന് നടക്കുക. അവരാ നിഷിദ്ധമായി, അവർ ഹിജാബ് ധരിക്കുന്നില്ലെങ്കിൽ അത് അവരും റബ്ബുമായുള്ള വിഷയമാണ്. എന്നാൽ ആ പാപം മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് പിശാചിൻ്റെ ഏജന്റിൻ്റെ പണിയാണ്. ചില യുവാക്കൾ അവരുടെ കൂട്ടുകെട്ടിൽ, അവരുടെ സൗഹൃദ വലയങ്ങളിൽ അവർ സിഗരറ്റ് വലിക്കാത്തവരായിരിക്കും, അവർ ഈ രൂപത്തിലുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാത്തവരായിരിക്കും. കൂട്ടുകാരെന്ത് പറയും? ഒരു തവണ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രസമാണ്, ടെൻഷൻ ഫ്രീ ആകും, നിന്റെ മൈൻഡിൽ നിനക്ക് പല കാര്യങ്ങളും തോന്നും. ഇത് പറയുന്ന ഒരു സാധുവിനോട് ഇത് പറഞ്ഞു ഒലിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മതി മുആഫ ഇല്ലൽ മുജാഹിരീൻ, പാപങ്ങൾ പരസ്യമായി ചെയ്യുന്നവർ, ചെയ്ത പാപങ്ങൾ പരസ്യമായി പറയുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹറാമായ വിലക്കപ്പെട്ടിരിക്കുന്ന പോൺ വീഡിയോസ് കാണുന്നവർ, ചില ആൺകുട്ടികൾ അതുമായി യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും, സ്കൂളിൽ പോയി ഏതെങ്കിലും ഇങ്ങനെയുള്ള പിശാചിൻ്റെ ഏജന്റിനെ കണ്ടുമുട്ടും. അവരെന്ത് പറയും? നല്ലൊരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് അയച്ചു തരാം, നീ ഒന്ന് കണ്ടോക്ക്. ഇത് അയച്ചു കൊടുക്കും. ഈ സാധു, ഇതുവരെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണാത്തവൻ, അള്ളാഹു ഹലാലാക്കിയ രൂപത്തിൽ മാത്രം ഒരുവൻ കാണേണ്ടത് നിഷിദ്ധമായി മാർഗത്തിലൂടെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതിന് പിശാചിൻ്റെ ഏജന്റായി പണിയെടുക്കാൻ ഇങ്ങനെയുള്ള യുവാക്കളും യുവതികളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്കുക, ഈ പിശാചിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്തിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? പ്രത്യേകിച്ച് ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റാഗ്രാമും മറ്റുമൊക്കെ റീൽസുകൾ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ പിന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ, അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ കാണുന്ന നിഷിദ്ധമായ മ്യൂസിക്കുകൾ, അവർ കാണുന്ന നിഷിദ്ധമായ, തനിക്ക് കാണാൻ പാടില്ലാത്ത പെൺകുട്ടിയുടെ ശരീരം,
അതിൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് കാണുന്നു, അതിന് കാണാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കുന്നു എന്നതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, പിശാചിൻ്റെ ജോലിക്കാർ. ഇന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഡൈവേഴ്സ് ആയവരുടെ ഒരു കമ്മ്യൂണിറ്റി. എന്തിനാണ് ഡൈവേഴ്സ് ആയ ആളുകൾ അവരോടൊപ്പം ചേരുക? എന്നിട്ട് അവർക്ക് സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകണം, ആർക്കും അറിയാതെ, പരസ്പരം ആർക്കും അറിയില്ല. എന്നിട്ട് അവർ ഒരു ബസ്സിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നു, നമ്മൾ പോകുമ്പോൾ കരുതിയത് ഇതൊക്കെ വലിയ എന്തോ ഒരു പ്രയാസമാണ്, പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ആസ്വാദനം, ഇതാണ് ജീവിതത്തിൻ്റെ സുന്ദരമായ നിമിഷം എന്നൊക്കെ പിശാചിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പറ്റം ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യുന്ന തിന്മകൾ ജീവിതത്തിൽ പിശാചിൻ്റെ സ്വാധീനം കാരണത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വശരീരത്തിൻ്റെ ഷർറ് കാരണത്താൽ തിന്മകൾ സംഭവിച്ചാൽ മറച്ചു വെക്കുക. അള്ളാഹു നാളെ ഇൻഷാ അള്ളാഹ് നമുക്കത് മാപ്പാക്കി നൽകും. അതല്ലാതെ പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവരായി ഒരു കാരണവശാലും നമ്മൾ മാറാൻ പാടില്ല. ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജനങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടിയെ ഹിജാബില്ലാതെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, ശർഈയായ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടിയെ പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, നല്ല രൂപത്തിൽ നടക്കുന്ന പുരുഷന്മാരെ കള്ളു കുടിക്കാനും മദ്യപിക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പിശാചിന്റെ ഈ ഏജന്റുമാർ, അവരുടെ ശമ്പളം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇബ്രാഹീമിൽ അവരുടെ ശമ്പളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ അവരുടെ ശമ്പളം? ഇന്ന് അവരുടെ വാക്കുകൾ കേട്ട് ഹിജാബ് ഊരുന്ന പെൺകുട്ടികൾ ഉണ്ടായേക്കാം. ഇന്ന് അവരുടെ വാക്കുകൾ കേട്ട് മദ്യപിക്കുന്ന, MDMA ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന, റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടായേക്കാം. അള്ളാഹു പറയുന്നു, വഖാല ശൈത്താൻ, പരലോകത്തെത്തിയാൽ പിശാച് പറയും, ലമ്മ ഖുദിയൽ അംർ, അള്ളാഹുവിൻ്റെ അരികിൽ കാര്യങ്ങളിൽ തീർപ്പാക്കാൻ വേണ്ടി തുടങ്ങിയാൽ, അടിമകൾ ചെയ്യുന്ന വിഷയങ്ങളിൽ വിചാരണക്കെടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ പിശാച് എന്ന് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. എന്താണ് ആ വാഗ്ദാനം? അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് നിങ്ങൾ സമീപിക്കാൻ പാടില്ല. കള്ളുകൂടി നിഷിദ്ധമാണ്, അത് സമീപിക്കരുത്. അന്യ പെണ്ണിന്റെ ശരീരം നിനക്ക് നിഷിദ്ധമാണ്, അത് നീ ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന്യ പെണ്ണിന്റെ ശരീരം തൊടുന്നതിനേക്കാളും നല്ലത് സ്വന്തം തലയിൽ ആണിയടിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അള്ളാഹു നിനക്ക് പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതിന്റെ തെളിവുകൾ നിന്റെ മുമ്പിൽ നിരത്തി. പിശാച് പറയുന്ന വർത്താനാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങൾക്ക് ശരിയായ മാർഗം, ശരിയായ തെളിവുകളോടുകൂടിയുള്ള മാർഗം പറഞ്ഞു തന്നു. വഅദ്തുക്കും, അതിനിടയിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. എന്തായിരുന്നു എൻ്റെ വാഗ്ദാനം? യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ഫ്രീഡം വേണമെങ്കിൽ ഹിജാബ് ഊരുക, സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോവുക, ഇങ്ങനെ നിഷിദ്ധമായ മഹ്റമല്ലാത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്യുക, നിനക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിക്കുക, ശരീരം മറക്കണമെന്ന ശരീഅത്തിന്റെ വിധി കാറ്റിൽ പറത്തി നിനക്ക് ഇഷ്ടപ്പെട്ട വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ച് നിനക്ക് നടക്കാമെന്ന് പിശാച് നിന്റെ മനസ്സിൽ ബോധനം നൽകി. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഹിഷ്മത്തുണ്ട്, അവർ പാലിക്കേണ്ട വസ്ത്ര നിയമമുണ്ട്, ഇസ്ലാമിന്റെ നിയമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിമിന്റെ അധ്യാപനങ്ങൾ ഇതൊരു മുസ്ലിമിനുണ്ട്. അത് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അതൊന്നും വേണ്ട. വഅദ്തുക്കും, ഞാൻ നിനക്ക് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. എന്താ വാഗ്ദാനം? നീ അതൊക്കെ ഒഴിവാക്കിയാൽ നിനക്ക് ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ ഒഴിവാക്കിയാൽ, നീ നിന്റെ ഭർത്താവിനെ ഒഴിവാക്കി ഡൈവേഴ്സ് ചെയ്ത് ഈ പറഞ്ഞ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ നിനക്ക് ഇന്ന് ഈ പറയുന്ന ജീവിതമല്ല, ഈ മക്കളില്ല, നിന്റെ കൂടെ മക്കളില്ല, നിന്റെ രാത്രി ഉറക്ക് നഷ്ടപ്പെടുത്തുന്ന ചില മക്കളൊന്നും ഇല്ലാതെ നിനക്ക് ഉദ്ദേശിക്കുന്ന മ്ലേച്ഛമായ ജീവിതം നിനക്ക് ജീവിക്കാം, വളരെ സുഖിച്ചുകൊണ്ട് ജീവിക്കാം എന്നൊരു തോന്നൽ നൽകി. അതാണ് ഞാൻ നിനക്ക് നൽകിയ വാഗ്ദാനം, അത് നീ പാലിച്ചു. ശേഷം പിശാച് അവരോട് പറയും, ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ടല്ലോ, ഇന്നിതാ ഞാനതൊക്കെ ലംഘിക്കുകയാണ്. ശേഷം പിശാച് പറയും, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅൂതുകും ഫസ്തജബ്തും ലി, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തുമായി വന്നപ്പോൾ പ്രമാണങ്ങൾ കൊണ്ടുവന്നു, തെളിവുകൾ കാണിച്ചു കൊടുത്തു. ചന്ദ്രൻ പിളർന്നു, തെളിവുകൾ കാണിച്ചു കൊടുത്തു. എന്നാൽ ഞാനിതാ കേവലം വന്ന് നിങ്ങളുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാക്കി. നല്ല കുടുംബജീവിതം നയിക്കുന്നതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു റീലായി വന്ന്, ഇതൊന്നും അല്ല ജീവിതം. യഥാർത്ഥ ജീവിതം വേണമെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായൊരു പണിയെടുക്കുക. അതിന് അവിടെയുള്ള മാനേജറുടെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും അതൊക്കെ സബർ ചെയ്ത്, എന്നാൽ ഭർത്താവിൻ്റെ വായിൽ നിന്ന് ഒരു മോശപ്പെട്ട വർത്താനം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ദുനിയാവ് കീഴ്മേൽ മറിക്കുന്ന ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കാൻ പിശാച് നിന്നെ പ്രോത്സാഹിപ്പിച്ചു. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് തന്നു. എൻ്റെ വാഗ്ദാനത്തിന് ഞാൻ ഒരു തെളിവും തന്നിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങളിത് അനുസരിച്ചു. ഞാൻ നിങ്ങളോട് മദ്യം ഉപയോഗിക്കാൻ പറഞ്ഞു, നിങ്ങൾ മദ്യം ഉപയോഗിച്ചു. ഞാൻ നിങ്ങളോട് കഞ്ചാവ് ഉപയോഗിക്കാൻ പറഞ്ഞു, നിങ്ങളത് ഉപയോഗിച്ചു. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, തെളിവുമായി നിങ്ങളുടെ അരികിലേക്ക് വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്തു. ഒരു തെളിവില്ലാതെ വന്ന എന്നെ നിങ്ങൾ പിൻപറ്റി, അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, നിങ്ങൾക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിതാ നിങ്ങളുമായി ബന്ധവിച്ഛേദനം നടത്തുന്നു എന്ന് പറഞ്ഞ് അവരെ നരകത്തിലേക്ക് തള്ളിയെത്തിക്കുന്ന മാർഗമാണ് പിശാച് ചെയ്യുക എന്ന് സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ പിശാചിൻ്റെ എംപ്ലോയിക്ക്, പിശാചിൻ്റെ ഏജന്റായി മനുഷ്യ പിശാചുക്കൾ ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നവർ, അവരെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിങ്കൽ നരകമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഈമാനിന്റെ ബലഹീനത കാരണം നിന്റെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു, നിന്റെ റബ്ബിനോട് പറയുക. എന്തിനാണ് ആ ബാക്കിയുള്ളവരോട് പറയുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്? അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം തെറ്റുകൾ പരസ്യമായി പറയുക എന്നുള്ളത് ആ തെറ്റിന്റെ ഗൗരവത്തെ കുറയ്ക്കുന്നതാണ്. അത് ഇസ്ലാം വളരെ ഗുരുതരമായി കാണുന്ന പാപമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിദീൻ. നാലാമത്തെ കാര്യം, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അധികരിപ്പിക്കാതിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നവരാണ്. അതിനിടയിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ തെറ്റിലായി തുടരുക എന്നുള്ളതല്ല, മറിച്ച് എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണം, നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു ദിവസം മരിക്കും, ഒരു സംശയവുമില്ല, ഒരു ദിവസം മരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ വിചാരണക്കെടുക്കപ്പെടും, ഒരു സംശയവുമില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയെത്ര സഹോദരങ്ങൾ ഇന്ന് മരണപ്പെട്ടു, എത്രയെത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റുകളിലായി ഇങ്ങനെ ജീവിക്കുന്നവർ, ചില ആളുകൾ അങ്ങനെയാണ്, 24 മണിക്കൂറും തെറ്റുകളിൽ, 24 മണിക്കൂറും തെറ്റ്. ആളുകൾക്കിടയിൽ വന്നാലും അവൻ്റെ തലയിൽ ഹെഡ്സെറ്റ് വെച്ച് മ്യൂസിക് കേൾക്കായിരിക്കും. ആളുകൾക്കിടയിൽ വന്നാൽ പൊതുവെ മനുഷ്യർ ചെയ്യുന്ന പരസ്പരം സംസാരിക്കും, ഇതല്ല. ആളുകൾക്കിടയിൽ വന്നാലും അവൻ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് അവൻ മ്യൂസിക് കേൾക്കും. അവൻ രാത്രി ഉറങ്ങുമ്പോൾ അവൻ്റെ ചെവിയിൽ മ്യൂസിക്കാണ്, അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ചെവിയിൽ മ്യൂസിക്കാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ബന്ധപ്പെടുന്നത് ഹറാമായ ബന്ധങ്ങളുമായിട്ടാണ്. ഇങ്ങനെ നിഷിദ്ധമായി 24 മണിക്കൂറും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവർ, അവർ ഒന്ന് ചിന്തിക്കുക. അവൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ, രാത്രി അവൻ്റെ തലയിൽ ഹെഡ്സെറ്റ് വെച്ച് അവൻ ഉറങ്ങുമ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി, ഒരു അടിമ എങ്ങനെ മരിച്ചോ അങ്ങനെ റബ്ബിൻ്റെ മുമ്പിലേക്ക് വരും. അള്ളാഹു നിഷിദ്ധമാക്കിയ മ്യൂസിക്, അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമായ ചെവിയിൽ വെച്ച് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എന്ത് സൗഭാഗ്യമാണ് റബ്ബിൻ്റെ അരികിൽ നീ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ഗൗരവമായി കാണുക, തെറ്റുകൾ വർദ്ധിപ്പിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ഒരിക്കലും നമ്മൾ പരസ്യമായ ആളുകളുടെ മുമ്പിൽ പറയാതിരിക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, അങ്ങനെ ചെയ്യുന്നവർ വാസ്തവത്തിൽ പിശാചിൻ്റെ ഏജന്റാണ്, പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. നമ്മൾ ഈ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. എപ്പോഴും 24 മണിക്കൂറും ഷിഫ്റ്റ് എന്ന പോലെ തെറ്റുകൾ ചെയ്യുന്നവരെ നമ്മൾ മാറാൻ പാടില്ല. 24 മണിക്കൂർ ചിലർ അങ്ങനെയാണ് തെറ്റുകൾ ചെയ്യുന്നവർ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരല്ലേ നമ്മൾ. ഒരിക്കലൊരു സഹാബി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിരുന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ സഹാബി പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ലീ മംലൂകീൻ യുകദ്ദിബൂനനി വയഖൂനൂനനി വയഅസൂനനി, എനിക്ക് ചില അടിമകളുണ്ട്, അവരെന്നോട് കള്ളം പറയും, അവരെന്നോട് വഞ്ചന കാണിക്കും, അവർ ഞാൻ പറഞ്ഞത് ധിക്കരിക്കുകയും ചെയ്യും. ഫാദ്രിബുഹും വഅശ്തുമുഹും, അത് കാരണത്താൽ ഞാൻ അവരെ അടിക്കാറുണ്ട്, ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്. ഫകൈഫ അന മിൻഹും, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കാരണത്താൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്സബു മാ ഖാനൂക വഅസൗക വകദ്ദബൂക, അവർ നിന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കപ്പെടും. വഇഖാബുക ഇയ്യാഹും, അത് മാത്രമല്ല നീ ചെയ്യുന്ന കാര്യം, അവർ നിന്നോട് കാണിച്ചിരിക്കുന്ന വഞ്ചന കാരണത്താൽ നീ അവരെ അടിക്കുന്നു എന്ന് പറഞ്ഞു, ചീത്ത പറയുന്നു എന്ന് പറഞ്ഞു, ഇതും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കും. ഫഇൻ കാന ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം, നീ അവരെ ശിക്ഷിച്ചിരിക്കുന്ന ഈ ശിക്ഷകളൊക്കെ അവർ ചെയ്തിരിക്കുന്ന അവരുടെ ധിക്കാരങ്ങൾക്ക് താഴെയാണെങ്കിൽ, നീ ചെയ്തിരിക്കുന്ന കാര്യം കുറവാണ്, അവർ ധാരാളം ചെയ്തുവെങ്കിൽ കാന ഫദ്ലൻ ലക അലൈഹിം, അവർ ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള വിഷയങ്ങൾ കാരണത്താൽ, അഥവാ നിന്റെ ശിക്ഷ കുറവായിരുന്നു, അവർ ചെയ്തിരിക്കുന്ന ബാക്കി ധിക്കാരണങ്ങൾ കാരണത്താൽ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകും. വഇൻ കാന ഇഖാബുക ഇയ്യാഹും ബിഖദ്രി ദുനൂബിഹിം, ഇനി നീ അവരെ ശിക്ഷിച്ചത് അവർ ഈ ചെയ്തിരിക്കുന്നതിന് തുല്യമായിട്ടാണെങ്കിൽ കാന കഫാഫൻ ലാ ലക വലാ അലൈക്, നീ ചെയ്തത് തുല്യമാണ്, ഇനി അവർക്കൊന്നുമില്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. വഇൻ കാന ഇഖാബുക ഇയ്യാഹും ഫൗഖ ദുനൂബിഹിം, നീ അവരെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്തത്, അഥവാ
നീ അവരുടെ വിഷയത്തിൽ നീ ശിക്ഷ നടപ്പിലാക്കിയത് അവർ ചെയ്തിരിക്കുന്നതിനേക്കാളും മുകളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന ക്രൂരതയേക്കാളും അക്രമമാണ് നീ അവരോട് പ്രവർത്തിച്ചതെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ നീ ചെയ്തിരിക്കുന്നതാണ് ക്രൂരത കൂടുതലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉഖ്തുസ്സലഹും മിൻകൽ ഫദ്ലുല്ലദി ബഖിയ ഖിബലക്, നീ ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള അതിക്രമം അതിനു പകരമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിനക്ക് വിചാരണയുണ്ടാകും, നിന്നിൽ നിന്ന് അതിന് പകരമെടുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തി ഇതൊക്കെ കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, ഫജഅല റജുലു യബ്കി ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മുമ്പിലിരുന്ന് ആ വ്യക്തി കരയാൻ തുടങ്ങി. ഞാനെങ്ങാനും വെറുതെ അല്ല, അവരെന്നോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചതിൻ്റെ പേരിൽ, എന്നോട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിച്ച ശിക്ഷ കുറച്ചധികമാണെങ്കിൽ അതിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിനക്ക് വിചാരണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ കാണാം, വയഹ്തിഫ്, അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. അയാൾക്ക് വലിയ പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, മാലക്, എന്തു പറ്റി? മാ തഖറഉ കിതാബില്ലാ, നീ അല്ലാഹുവിന്റെ കിതാബിൽ കണ്ടിട്ടില്ലേ, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, അവസാന നാളിൽ ആളുകളുടെ അമലുകൾ വിചാരണക്കെടുക്കുന്ന തുലാസുകൾ അല്ലാഹു സ്ഥാപിക്കും എന്ന് അല്ലാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു ചെറിയ തോതിലുള്ള നന്മയാണ് നീ ചെയ്തതെങ്കിൽ പോലും, ഒരു ചെറിയ കാര്യമാണ് നീ ചെയ്തതെങ്കിൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്ന് അല്ലാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ അല്ലാഹു തന്നെ മതിയായവനാണ് എന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് പോകുമെന്ന് ആരും കരുതരുത്. തിന്മകൾ ചെയ്യുന്നവർ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, പിശാചിന്റെ ഏജന്റായി പണിയെടുക്കുന്നവർ, മനുഷ്യ പിശാചുക്കൾ, അവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റബ്ബ് കാണുന്നില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയില്ലേ? ഇത് കേട്ട സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്പം ഒന്നിരുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ അരികിൽ എനിക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല ഓപ്ഷനായി ഇവിടെ പറയാനുള്ളത്, ഞാൻ ഈ അടിമകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിക്കുകയാണ് പ്രവാചകരെ. എനിക്ക് ഈ അടിമകളെ വേണ്ട, അവരെ ഞാനിതാ മോചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുക അന്നഹും കുല്ലുഹും അഹ്റാർ, പ്രവാചകരെ, താങ്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ പറയുന്നു, ഇവരെല്ലാവരും ഇനി മുതൽ എൻ്റെ അടിമകളല്ല. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ കാരണം? അവർ ചെയ്തിരിക്കുന്ന ധിക്കാരങ്ങൾ കാരണത്താൽ അവരെ ശിക്ഷിക്കുന്നതിൽ ഒരളവ് കൂടിപ്പോയാൽ അതിനെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിനക്ക് വിചാരണയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. ഇതുപോലെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ചിന്ത വേണം. നമ്മൾ ഈ തിന്മകൾ ചെയ്താൽ ഞാൻ പലപ്പോഴും എൻ്റെ പല ദർസുകളിലും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രിയപ്പെട്ടവരെ അതിനെ ബാഹ്യമായി സഞ്ചരിക്കുന്നവരാകരുത്. തിന്മകൾ ചെയ്താൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുക. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ധിക്കാരം ചെയ്താൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ തർബിയത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ, മക്കളെ മോശമായ തർബിയത്തിൽ നാം വളർത്തിക്കഴിഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ നല്ലൊരു ഭാഗം മക്കളും മോശമാകുന്നത് മാതാപിതാക്കളുടെ തർബിയത്ത് മോശമാകുന്നത് കൊണ്ടാണ്. മക്കളുടെ തർബിയത്തിൽ നമ്മൾ വീഴ്ച കാണിച്ചാൽ, ഭാര്യയോടുള്ള ബാധ്യതകളിൽ നമ്മൾ കുറവ് കാണിച്ചാൽ, ഭർത്താവിനോടുള്ള ബാധ്യതയിൽ ഭാര്യ കുറവ് കാണിച്ചാൽ, കച്ചവടത്തിൽ ആരെങ്കിലും വഞ്ചിച്ചാൽ, നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലിയിൽ നീ അമാനത്തോടെ ജോലി ചെയ്യാതിരുന്നാൽ, നിനക്ക് നിശ്ചയിച്ച സമയത്ത് നീ ജോലി ചെയ്യാതെ ഓണറേയും പറ്റിച്ച് നീ നടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് എണ്ണിക്കഴിഞ്ഞാൽ നിനക്ക് എണ്ണാൻ സാധിക്കുന്ന നീ ചെയ്യുന്ന 100 കണക്കിന് തിന്മകൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കുമെന്ന ബോധം നമുക്ക് വേണം. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ഒരാളോടും അതിക്രമം പ്രവർത്തിക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധം നമുക്കുണ്ടാകണം. തിന്മകളിലായി ജീവിക്കുക എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂറും ഹറാമ് കണ്ട് ഹറാമ് ചെയ്ത് ഹറാമ് കേട്ട് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് റബ്ബിൻ്റെ തൃപ്തി എനിക്ക് വേണം, മരണമെന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 5ാമത്തെ കാര്യം അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാർ, നമ്മൾ തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. എന്താണ് തൗബ എന്ന് പറയുന്നത്? തൗബ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞ തിന്മകളൊക്കെ ചെയ്തവരായിരിക്കാം, നമ്മൾ കളവ് പറഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അമാനത്ത് വേണ്ടതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടാവുകയില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന തിന്മകളൊക്കെ, ഭാര്യയോടുള്ള ബാധ്യത, ഭർത്താവിനോടുള്ള ബാധ്യത, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചവരായിരിക്കാം, തിന്മകൾ ധാരാളമായി ചെയ്തവരായിരിക്കാം. ഇനി എന്താണ് പ്രതിവിധി? പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അത്തൗബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, റബ്ബിലേക്ക് മടങ്ങുക. അതിൻ്റെ നിബന്ധനകൾ എന്താണ്? പ്രധാനമായി 3 കാര്യങ്ങൾ. 1, അൽ ഇഖ്ലാ, നീ ചെയ്തിരിക്കുന്ന തിന്മകൾ ഇനി ചെയ്യാതിരിക്കാൻ നീ ശ്രമിക്കുക, അത് പൂർണ്ണമായി അതിൽ നിന്ന് നീ മാറി നിൽക്കുക.
ഇപ്പം നീ ഒരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉദാഹരണത്തിന് ഭാര്യയെ എപ്പോഴും ദ്രോഹിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരുവനാണെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക, ഇനി ഞാനത് ചെയ്യൂല, ഇനി എനിക്കത് വേണ്ട, എൻ്റെ റബ്ബ് എന്നോട് പകരം ചോദിക്കും. ആ തീരുമാനം എടുക്കുക, ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അന്നദം, നീ ചെയ്ത കാര്യങ്ങൾ നിനക്ക് ഖേദം വേണം. ഞാൻ ഇത്രയും കാലം എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചില്ലേ, എൻ്റെ റബ്ബിനെ എനിക്ക് എങ്ങനെയാണ് ധിക്കരിക്കാൻ സാധിച്ചത്? എന്നെ കാണുന്ന എൻ്റെ റബ്ബ്, എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്ന എൻ്റെ റബ്ബ്, അവനെ ഞാൻ ധിക്കരിച്ചു. ഇനി ഇതാ ഞാൻ ഇല്ലാതിന് ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങുക. മൂന്നാമത്തെ കാര്യം അൽ അസ്മു അല അല്ലാ തഊദ്, ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് ഒരു മടക്കമില്ല എന്ന തീരുമാനം എടുക്കുക. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് തൗബ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ പറഞ്ഞു, അന്നദ്മു തൗബ, ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ ഖേദിക്കുക എന്ന് പറയുന്നത് തന്നെ തൗബയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബിലേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് ഖേദിച്ച് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് റബ്ബിനോട് നമ്മൾ പറയുക. അള്ളാഹു നമ്മോട് പറഞ്ഞില്ലേ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് അള്ളാഹു പറയുന്നു. നമ്മോട് റഹ്മത്തുള്ള നമ്മുടെ റബ്ബ് നമ്മോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളായി നമ്മൾ ജീവിച്ച ഈ ജീവിതം, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. തിന്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കള്ളുകുടിക്കണമെന്നില്ല, മദ്യപിക്കണമെന്നില്ല. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാലും അത് തിന്മയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ദീർഘിപ്പിക്കില്ല, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരടിമ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നീ ഒരാളുടെ മുമ്പിൽ കളവ് പറഞ്ഞു, നിന്റെ കച്ചവടത്തിൽ നീ വഞ്ചന കാണിച്ചു, നിന്റെ മക്കളുടെ തർബിയത്തിൽ നീ കുറവ് കാണിച്ചു, അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്തില്ല, നീ ഹറാമ് കേട്ടു, നീ ഹറാമ് മറ്റുള്ളവരെ എത്തിച്ചു കൊടുത്തു, ഇത് നീ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വെക്കപ്പെടും. കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ് സുഖില ഖൽബു, അവൻ ഈ ചെയ്ത പാപം അവൻ ഓർക്കുകയാണ്, ഞാനിത് ചെയ്തല്ലോ, എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചില്ലേ, എത്രമാത്രം മോശമാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് ഞാനിതാ ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നു എന്ന് തീരുമാനിച്ചാൽ അവൻ്റെ ഹൃദയം ശുദ്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ തൗബ ചെയ്യാതിരുന്നാൽ, എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കുക, തൗബ ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നലെയും മിന്നാന്നും അതിൻ്റെ തലേ ദിവസമൊന്നും തൗബ ചെയ്യാതെ ഇങ്ങനെ ഓരോരോ ദിവസം നീ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകളും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതിലുള്ള കുറവുകളൊക്കെയാണ് നീ ഇങ്ങനെ കൊണ്ടുവരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സീദ ഫീഹ, ആ പുള്ളികൾ ഇങ്ങനെ ദിവസേന കൂടിക്കൊണ്ടേയിരിക്കും. ഹത്താ യഅലുവ ഖൽബ ഹത്താ തഅലുവ ഖൽബ, അവൻ്റെ ഹൃദയം ആ കറുത്ത പുള്ളികളായി നിറയും, അത് കറുക്കും. വഹുവ റാനു അല്ലദീ ദക്കറല്ലാഹു അസ്സ വജൽ, അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ റാൻ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില ആളുകളുടെ ഹൃദയത്തിൽ അവർ ചെയ്തിരിക്കുന്ന ചെയ്തികൾ കാരണത്താൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അക്കൂട്ടനെ പറ്റിയാണ്. താബിഈങ്ങളുടെ ചില തഫ്സീറുകളിൽ കാണാം, അങ്ങനെയുള്ള ഹൃദയങ്ങൾ തിന്മകൾ കാരണത്താൽ ഹൃദയം കറുത്തവർ, അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അവരെത്ര ആയാത്തുകൾ കേട്ടാലും ഒരു മാറ്റം ഉണ്ടാവില്ല, എത്ര ഹദീസ് കേട്ടാലും ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, നമ്മൾ കുറേ ദർസുകൾക്ക് ഇരുന്ന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, കുറേ ആയത്ത് കേട്ടു, കുറേ ഹദീസ് കേട്ടു. പ്രിയപ്പെട്ടവരെ, ഭയക്കണം ആ സാഹചര്യത്തെ. അതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ, അള്ളാഹുവിൻ്റെ കലാമ് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനമില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നില്ല എങ്കിൽ, ഹിജാബ് ധരിക്കാത്ത പെണ്ണ് ഹിജാബിൻ്റെ ഹദീസ് കേട്ട് ആയത്ത് കേട്ട് അവൾക്ക് ഹിജാബ് ഇടാൻ തോന്നുന്നില്ല എങ്കിൽ, നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, മദ്യപിക്കുന്ന, കള്ളുകുടിക്കുന്നവൻ ഈ ആയത്തുകൾ കേട്ട് ഈ ഹദീസുകൾ കേട്ട് അവന് മാറ്റമില്ല എങ്കിൽ അവൻ്റെ ഹൃദയം സീൽ വെക്കാൻ സാധ്യതയുണ്ട്. ആ സീൽ വെച്ചിരിക്കുന്ന ഹൃദയമായിരിക്കാം. അതുകൊണ്ടാണ് അതിൽ നന്മകൾക്ക് പ്രവേശിക്കാത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് എന്താണ്? തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. തൗബ ചെയ്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറാവുക. നിർബന്ധമായും എല്ലാവരും ഈ പറഞ്ഞ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക. ഇപ്പം ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകും, പിന്നെയും ആ തെറ്റ് പറ്റിയാലോ, പിന്നെയും തൗബ ചെയ്യുക, പിന്നെയും ആ തെറ്റ് പറ്റിയാലോ, പിന്നെയും ആ തൗബ ചെയ്യുക. ഇപ്പം നിങ്ങൾ 2 ആളുകളെ സങ്കല്പിക്കുക. 2 ആളുകളും തിങ്കളാഴ്ച ദിവസം ഒരേപോലുള്ള തിന്മകൾ ചെയ്തു. 2 ആളുകളും തിന്മ ചെയ്തു. ആ ദിവസത്തിൻ്റെ രാത്രിയായപ്പോൾ അവൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവനൊന്ന് ചിന്തിച്ചു,
ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എൻ്റെ റബ്ബിന് ഇത് ഇഷ്ടമല്ല, ഞാൻ ഇന്ന് കളവ് പറഞ്ഞു, ഞാൻ ഇന്ന് നിഷിദ്ധമായ പ്രവർത്തനം ചെയ്തു, ഞാൻ ഇന്ന് ഹറാമ് പ്രവർത്തിച്ചു, ഇതെൻ്റെ റബ്ബിന് ഇഷ്ടമല്ല. ഒരുവൻ അവൻ രാത്രിയിൽ കിടക്കുമ്പോൾ അവനിത് ഓർത്തു, അവന് വിഷമം വന്നു, ഞാനിത് ചെയ്യണ്ടായിരുന്നു, പറ്റിപ്പോയി, ദുർബലത കാരണത്താൽ, ഈമാനിൻ്റെ ബലഹീനത കാരണത്താൽ എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, അതുകൊണ്ട് അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാണ്, ഇനി ഇൻഷാ അള്ളാഹ് ഇനി ഞാൻ ഒരിക്കലും ഇതിലേക്ക് മടങ്ങില്ല എന്ന സത്യസന്ധമായി ഒരുവൻ തൗബ ചെയ്തു. അവൻ കിടന്നുറങ്ങി. മറ്റേ വ്യക്തിയോ ഒന്നുമില്ല, അയാൾ ആ രൂപത്തിൽ തന്നെ കിടന്നുറങ്ങി. രണ്ടാം ദിവസം വന്നു. രണ്ടാം ദിവസവും ഈ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു, അവനിൽ നിന്നും തെറ്റുകൾ സംഭവിച്ചു. ആ തൗബ ചെയ്ത വ്യക്തി പിറ്റേ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ ഇതേ രൂപത്തിൽ തൗബ ചെയ്തുറങ്ങി. മറ്റേ വ്യക്തി അതൊന്നും ഇല്ലാതെ കിടന്നുറങ്ങി. മൂന്നാമത്തെ ദിവസം വന്നു, നാലാമത്തെ ദിവസം വന്നു. പ്രിയപ്പെട്ടവരെ, ഇവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഒരുപോലെയാണെങ്കിലും രണ്ടുപേരും അള്ളാഹുവിൻ്റെ അരികിൽ ഒരുപോലെയാണോ? ഇല്ല. തൗബ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ ബാക്കി അതൊക്കെ അള്ളാഹു മായ്ച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടാളുകൾ ഒരു ബോർഡിൽ എഴുതുന്നെന്ന് സങ്കല്പിക്കുക. ഒരു വൈറ്റ് ബോർഡിൽ രണ്ടാളുകൾ എഴുതാണ്. ഒരാൾ ഒരു ദിവസം അതിലൊക്കെ എഴുതി, മറ്റേയാളും അതിൽ എഴുതി. രാത്രി ആയപ്പോൾ ഒരുവൻ ആ ബോർഡൊക്കെ മായ്ച്ചു കളഞ്ഞു, മറ്റേയാൾ ആ ബോർഡ് മായ്ച്ചു കളഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം ഇയാൾ വന്നു, വീണ്ടും തെറ്റുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ബോർഡിൽ അദ്ദേഹം വീണ്ടും എഴുതുന്നത് തുല്യമാണ്. അങ്ങനെ ആ വ്യക്തി എഴുതുമ്പോൾ ഇന്നലത്തെ എഴുതിയത് അതിലേക്ക് തിരിച്ചു വരുമോ? അദ്ദേഹം മായ്ച്ചു കളഞ്ഞ കാര്യം അതിലേക്ക് തിരിച്ചു വരൂല. എന്നാൽ മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മായ്ച്ചു കളഞ്ഞില്ല, അത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ തെറ്റുകൾക്ക് മുകളിൽ തെറ്റുകളായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഹൃദയത്തിൽ സീൽ വെക്കപ്പെടും. എന്നാൽ ദിവസവും തൗബ ചെയ്യുന്ന ഒരു മുഅ്മിൻ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ തൗബ ചെയ്യുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം തൗബ ചെയ്യുന്നവനാണെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവന് മരണപ്പെടുന്ന ആ ഒരു ദിവസത്തെ തിന്മയാണ് ഒരു പക്ഷേ അവന് ബാക്കി ഉണ്ടാവുക. ബാക്കി എല്ലാ ദിവസവും തൗബ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർന്നില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത ഒന്ന് ചിന്തിച്ചേ. കേവലം ഈ തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ ഇല്ലാതാക്കുക മാത്രമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനം? അല്ല. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാത്തവർ, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, കൊലപാതകം നടത്താത്തവർ, അതുപോലെ തന്നെ വിചാരത്തിൽ ഏർപ്പെടാത്തവർ, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ യുളാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ, വആമന വഅമില അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ. അവർക്ക് എന്താ സംഭവിക്കുക? അവർ ചെയ്ത തിന്മകളൊക്കെ മായ്ച്ചു കളയുമെന്ന് മാത്രമാണോ? ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്തിരിക്കുന്ന തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മകളെ നന്മകളാക്കി അള്ളാഹു നമുക്ക് നൽകും. റബ്ബിൻ്റെ റഹ്മത്ത് പ്രിയപ്പെട്ടവരെ, ഇത്ര വിശാലമായി നമ്മോട് കരുണ കാണിച്ച നമ്മുടെ റബ്ബ്, ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും നമ്മോട് റഹ്മത്ത് കാണിച്ച നമ്മുടെ റബ്ബ്, നമ്മുടെ ഉമ്മയേക്കാൾ നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളെ മാറ്റി അതിന് പകരം നമുക്ക് നന്മ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു. ഇപ്പം രണ്ടുപേർ, ഒരാൾ ഈ തിന്മകളൊക്കെ ചെയ്തു, മറ്റേയാളും തിന്മകളൊക്കെ ചെയ്തു. പക്ഷേ ആ തൗബ ചെയ്യുന്നവൻ ആ തിന്മകളൊക്കെ അള്ളാഹു അവന് നന്മകളാക്കി നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. ആ റബ്ബിൻ്റെ റഹ്മത്തിൽ ജീവിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാൻ നമുക്ക് എന്താ മടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അദ്നബ അബ്ദുൻ ദംബൻ, എൻ്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഖാൽ, ശേഷം ആ അടിമ ആ തെറ്റിൻ്റെ പിന്നാലെ ജീവിച്ചു പോവുകയല്ല, എല്ലാ ദിവസവും ആ തെറ്റ് തുടരുകയല്ല. ആ അടിമ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പറയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലീ ദംബി, അള്ളാഹുവേ എനിക്ക് ഇത് നീ വിട്ടുവീഴ്ച ചെയ്ത് തരണം, മാപ്പാക്കി നൽകണം. ഫഖാല തബാറക വ തആല, അള്ളാഹു അവനോട് പറയും, അദ്നബ അബ്ദി ദംബ, എൻ്റെ ഈ അടിമ ഇന്ന പാപം ചെയ്തിരിക്കുകയാണ്. ഫഅലിമ, ആ അടിമക്കറിയാം, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ്, അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മാപ്പാക്കുന്ന ഒരു റബ്ബുണ്ടവൻ. വയഖുദു ബിദ്ദംബ്, ഇനി അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ കാരണത്താൽ അവനെ ശിക്ഷിക്കാൻ കഴിവുള്ള ഒരു റബ്ബ് അവനുണ്ട്. അള്ളാഹുവിനെ ശിക്ഷിക്കാം, അള്ളാഹുവിന് വേണമെങ്കിൽ വിട്ടുവീഴ്ചയും ചെയ്യാം എന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ എന്നിലേക്ക് തേടി, അവൻ എന്നിലേക്ക് തിരികെ വരികയാണ്. സുമ്മ ആദ ഫഅദ്നബ്, അവൻ വീണ്ടും തിരിച്ചു വന്ന ആ പാപങ്ങൾ ചെയ്യുന്നു. അവൻ വീണ്ടും ഇത് തന്നെ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അള്ളാഹു എനിക്ക് നീ മാപ്പാക്കി നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹദീസിന്റെ പൂർത്തീകരണത്തിൽ പറയുന്നു,
അള്ളാഹു അങ്ങനെയുള്ള അടിമകളോട് പറയും, ഇഅ്മൽ മാ ശിഅ്ത ഫഖദ് ഗഫർതു ലക്, നീ എന്ത് ചെയ്താലും ഞാൻ നിനക്ക് മാപ്പാക്കി നൽകും. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ബോധമുള്ള ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഭയക്കുന്നത് കാരണത്താൽ അവൻ തെറ്റുകൾ ചെയ്തയുടൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാത്തവരായി ആരുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ റബ്ബി ഇഗ്ഫിർ ലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മജ്ലിസുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു മജ്ലിസിൽ 100 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, റബ്ബി ഇഗ്ഫിർ ലി വതുബ് അലൈ, അല്ലാഹു എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണം, എനിക്ക് നീ തൗബ നൽകണം, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനാണ്, നീ കരുണയുള്ളവനാണ്, റഹീമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഒരു മജ്ലിസിൽ. ഏത് പ്രവാചകൻ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ ഖലീൽ, എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകിയ പ്രവാചകൻ എല്ലാ ദിവസവും 100 തവണ തൗബ ചെയ്യാറുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു മജ്ലിസിൽ വെച്ച് 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, തൗബ ചെയ്യാറുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ട് ഒരിക്കൽ തിന്മയിൽ വീണുപോയാൽ എഴുന്നേറ്റ് നിന്ന് പിശാചിനെതിരെ നമ്മൾ പോരാടി നന്മ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. വീണ്ടും പിശാച് നമ്മളെ തിന്മയിലേക്ക് തളച്ചിട്ടാൽ വീണ്ടും എഴുന്നേറ്റ് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. വീണ്ടും പിശാച് നമ്മെ തിന്മയിലേക്ക് ഇട്ടാൽ അതിൻ്റെ പിന്നാലെ പോവുകയല്ല, വീണ്ടും എഴുന്നേറ്റ് റബ്ബിലേക്ക് മടങ്ങുക. കാരണം എന്താ? പാപങ്ങൾ മാപ്പാക്കുന്ന ഒരു റബ്ബുണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ. ആ റബ്ബിലേക്ക് മടങ്ങുക. 4-മതും പിശാച് നമ്മെ തിന്മയിൽ കൊണ്ടുവന്നാൽ വീണ്ടും റബ്ബിലേക്ക് മടങ്ങുക. ഇങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, മരണം നമ്മെ തേടിയെത്തുമ്പോൾ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവരായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടവരായി മരിക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ മരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മരണസമയം മുതൽ അവർക്ക് സന്തോഷ വാർത്ത നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അഞ്ചാമത്തെ കാര്യം എന്തെങ്കിലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ തുടർന്ന് പെട്ടെന്നൊരു നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തിന്മ വന്നു, പെട്ടെന്നൊരു നന്മ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്തു, പെട്ടെന്ന് എന്തെങ്കിലും സദഖ ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് എത്ര സൗകര്യമാണ്. നമുക്കൊരു സദഖ ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ എടുത്ത് ഒരാൾക്കൊരു പൈസ അയച്ചു കൊടുക്കാം, ആരും അറിയില്ല. സദഖ രഹസ്യമായി ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കാൻ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാൻ വാട്സപ്പ് എടുക്കുക, ഒരു മെസ്സേജ് അയക്കുക. എവിടെയെങ്കിലും ഒരു ദർസ് ഉണ്ടെന്ന് കേട്ടാൽ ആ അതിൻ്റെ പോസ്റ്റർ മറ്റൊരു സഹോദരൻ നമ്മൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അത് വെക്കുക. അത് മറ്റൊരാൾ കണ്ട് ആ ദീനിൻ്റെ സദസ്സിൽ പങ്കെടുത്താൽ അത് നിനക്ക് പ്രതിഫലമാണ്, അത് നിനക്ക് ഖൈറായ കാര്യമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എത്രയെത്ര നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. ഷെയ്ഖ് ആർ കെ നൂർ മദനി റഹിമഹുല്ല ചെന്നൈയിലുണ്ടായിരുന്ന അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ ഫോണും ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ അവർ ലോകം കീഴടക്കുമായിരുന്നു. അവർ ഇസ്ലാമിന് വേണ്ടി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവർ ചെയ്യുമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാറ്റസ് ഇടാൻ, ഒരു സംസാരം പ്രചരിപ്പിക്കാൻ, ഒരു നല്ല സംസാരം കേട്ടാൽ, ഒരു പണ്ഡിതൻ്റെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനെ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കണ്ടു, നമുക്ക് നല്ലതായി തോന്നി, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. നമുക്കിന്ന് ഖൈർ ചെയ്യാൻ എത്ര സംവിധാനങ്ങളുണ്ട്. ഒരു തിന്മ വന്നാൽ അത്ബിഇ സയ്യിഅത്തൽ ഹസന, ഒരു നന്മ അതിൻ്റെ ശേഷം ചെയ്യുക, തംഹുഹ, ആ തിന്മയെ അത് മായ്ച്ചു കളയുമെന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ്റെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തി പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ തെരുവോരങ്ങളിൽ, മദീനയുടെ ഒരു അറ്റത്ത്, ഒരു ഭാഗത്ത് ഞാനൊരു സ്ത്രീയെ കണ്ടു. ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയുമായി ചെയ്യുന്ന ലൈംഗിക ബന്ധം ഒഴികെ ബാക്കി എല്ലാ കാര്യവും ആ സ്ത്രീയുമായി ഞാൻ ചെയ്തു പോയി. ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയിരുന്നില്ല. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ആ വ്യക്തിയോട് പറഞ്ഞു, നീ അത് മറച്ചു വെച്ചിരുന്നെങ്കിൽ, ലഖദ് സതറക അല്ലാഹ്, നീ അത് മറച്ചു, അല്ലാഹു നിന്നെ മറച്ചു, ആർക്കും അതറിയില്ല, നിനക്കും ആ പെണ്ണിനെ അറിയും, അല്ലാഹുവിനെ അറിയും. ലൗ സതർത അലാ നഫ്സിക്, നീ ഇതാരോടും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി, വാഖിമിസ് സ്വലാത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്. നിശ്ചയമായും
തിന്മകളെ നന്മകൾ മായ്ച്ചു കളയുമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ആ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ശേഷം ആ വ്യക്തിയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതാ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്, നീ ചെയ്ത തിന്മ, ജിമാ ഒഴികെ ലൈംഗികമായ ബന്ധമൊഴികെ ആ സ്ത്രീയോട് നീ ചെയ്തു എന്ന് പറഞ്ഞത് അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. അതിനുശേഷം നീ നന്മ ചെയ്യുക, ആ തിന്മയെ അത് മായ്ച്ചു കളയുന്നതാണ്. ആ സഹാബി സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചോദിച്ചു, ഹാദാ ലഹു ഖാസ്സ, പ്രവാചകരെ ഇത് ആ വ്യക്തിക്ക് മാത്രമുള്ളതാ? ആ വ്യക്തിക്ക് മാത്രമുള്ള ഒരു ഓഫറാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ലിന്നാസി ആമ്മ, അല്ല, ജനങ്ങൾക്കെല്ലാവർക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തു പോയാൽ പെട്ടെന്ന് നന്മ ചെയ്യുക. ആ നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്ത ഒരു വ്യക്തി, നന്മകൾ ചെയ്യാത്തൊരു വ്യക്തി. നന്മകൾ ചെയ്യാത്തൊരു വ്യക്തി ആ വ്യക്തി ആളുകൾക്ക് പൈസ കടം കൊടുക്കും, ആളുകൾക്ക് പണം കടം കൊടുക്കും, ഒരു അവധി വെച്ചുകൊണ്ട് പണം കടം കൊടുക്കും. അങ്ങനെ അദ്ദേഹം തിന്മകൾ ധാരാളം ചെയ്യുന്നു, അദ്ദേഹം നന്മകൾ ചെയ്യുന്നില്ല. നന്മ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിന് തിന്മയാണ്. അദ്ദേഹം ആളുകൾക്ക് പൈസ കടമായിട്ട് കൊടുക്കും, എന്നിട്ടൊരു അവധി നിശ്ചയിച്ചു കൊടുക്കും. ഈ അവധിയിൽ ആളുകൾക്ക് പണം തരാൻ പറ്റിയാൽ അയാളത് വാങ്ങിക്കും. ഇനി ആർക്കെങ്കിലും പണം തരാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് അയാൾ പറയും, ആരെങ്കിലും വന്ന് അവധിയിൽ പണം തരാതിരുന്നാൽ നിങ്ങൾ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അയാൾ വിട്ടേക്ക്, അയാളുടെ വിഷയത്തിൽ ഗൗരവം കാണിക്കേണ്ടതില്ല, അയാൾക്ക് വിട്ടുവീഴ്ച നൽകാം, ഒരു പക്ഷെ അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കാം. ആ വ്യക്തി ചെയ്യുന്ന തിന്മയുണ്ട്. എന്താണ് ആ തിന്മ? അദ്ദേഹം നന്മകൾ ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത നന്മ എന്താണ്? അതിനെ തുടർന്ന് ഈ പറയുന്ന രൂപത്തിൽ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ ആ വ്യക്തിക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകി. ചില ശുറൂഹുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൽ കാണാം അള്ളാഹു പറഞ്ഞു, ഞാനാണ് വിട്ടുവീഴ്ചയ്ക്ക് ഏറ്റവും അർഹനായവൻ, ഞാനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്ന് കാണാം. അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്മകളിലേക്ക് നമ്മൾ വരിക. അവസാനമായി ആറാമത്തെ വസിയ്യത്ത്, ആറാമത്തെ മാർഗം, ഒരിക്കലും പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ നിരാശരാവാതിരിക്കുക. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് പാപം ചെയ്താലും, നിന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാലും, നമ്മൾ നേരത്തെ പറഞ്ഞു ശിർക്ക് സംഭവിക്കരുത്, പക്ഷെ എന്ത് സംഭവിച്ചു പോയാലും നിനക്കൊരു റബ്ബുണ്ട്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദംബ്, ആ പാപം കാരണത്താൽ ശിക്ഷിക്കാനും പറ്റുന്ന, മാപ്പ് നൽകാനും പറ്റുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വീണ്ടെടുക്കാൻ നമുക്ക് ഇന്ന് അവസരങ്ങളുണ്ട്. ശിർക്ക് സംഭവിച്ചാൽ പോലും വീണ്ടെടുക്കാൻ നമുക്ക് അവസരമുണ്ട്. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ നിരാശരാകാൻ പാടില്ല. എത്ര 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 തെറ്റ് സംഭവിച്ചാലും, 100 ആളുകളെ കൊന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകിയിട്ടില്ലേ? ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ്, വേശ്യയായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗം അവൾ കണ്ടെത്തുന്നത് വ്യഭിചാരത്തിലൂടെയാണ്. ആ ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ അവൾക്ക് ഒന്ന് ദാഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന കിണറിൽ അവൾ ഇറങ്ങി അവിടുന്ന് വെള്ളം കുടിച്ചു. മുകളിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു പട്ടി, ഒരു നായ വിശന്ന് ദാഹിച്ചവിടെ ഇരിക്കുകയാണ്. അവർ ആ കിണറിലേക്ക് ഇറങ്ങി. അവരുടെ കയ്യിൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ ഷൂ അല്ലെങ്കിൽ സോക്സ് ഊരി അതിലേതാനും തോലുകൊണ്ടുള്ളതാണ്, അതിൽ വെള്ളമെടുത്ത് അത് വായിൽ കടിച്ചു പിടിച്ച് കിണറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുകയും ആ നായക്ക് നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ ആ സ്ത്രീക്ക് വിട്ടുവീഴ്ച നൽകി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന, എല്ലാത്തിനെയും വലയം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ റഹ്മത്ത്. അതുകൊണ്ട് നിങ്ങൾ ഏത് പാപം ചെയ്യുന്നവരാണെങ്കിലും, ഏതേത് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, യുവാക്കളെ, യുവതികളെ, ഏത് ഹറാമുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങുക. അള്ളാഹു പറയുന്നു, ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ധാരാളമായി ചെയ്തവരെ അവരോട് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലാ തൈഅസൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സകല പാപങ്ങളും അല്ലാഹു മാപ്പാക്കി നൽകും. അതുകൊണ്ട് അവസാനമായി സംസാരം നിർത്തുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, യുവാക്കളോട്, യുവതികളോട് പറയാനുള്ളത്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ, ഞാൻ ഓപ്പണായി പറയാണ്, നിഷിദ്ധമായ വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ, പോൺ വീഡിയോസുകൾ കാണുന്നവരുണ്ടെങ്കിൽ, ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ്. ഭാര്യമാരോട് മോശമായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ ഹുക്കൂക്കുകളിൽ കുറവ് കാട്ടുന്നവരുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ആളുകളെ തെറ്റുകളിലേക്ക് ക്ഷണിക്കുന്ന പണിയെടുക്കുന്നുണ്ടെങ്കിൽ,
ഹിജാബ് അഴിച്ചു വെച്ച് ഏതെങ്കിലും പാശ്ചാത്യന്റെ സംസ്കാരം പിൻപറ്റുന്നവൻ പറയുന്നതിന്റെ പിന്നാലെ പോയവരുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് ദീനിൽ നൽകിയ അനുഗ്രഹമായ കുടുംബ ജീവിതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ നിഷിദ്ധമായ കാര്യങ്ങളുടെ പിന്നാലെ പോയി ഇനി എനിക്ക് എങ്ങനെ മടങ്ങി വരാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇല്ല, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നീ ഏത് പാപം ചെയ്താലും റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ്. ഏത് പാപം ചെയ്താലും, നിനക്ക് അന്യമായൊരു പെണ്ണുമായി ബന്ധമുണ്ടോ, നിർത്തുക. അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ട്. അള്ളാഹു നിന്റെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. നീ ഏത് ഹറാം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഏത് പാപം ചെയ്താലും നിന്നെ സ്വീകരിക്കാൻ, നിന്റെ തൗബ സ്വീകരിക്കാൻ നിനക്കൊരു റബ്ബുണ്ട്. നമുക്ക് മടങ്ങാൻ നമ്മുടെ റബ്ബുണ്ട്. ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിൻ്റെ കെണികളിൽ നിന്നും സ്വയം നഫ്സിൻ്റെ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ, അബൂബക്കർ സിദ്ദീഖിനോട് പ്രവാചകൻ പറഞ്ഞ ദിക്ർ, അതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കണ്ടുമുട്ടുമ്പോൾ, പരലോകത്ത് റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.